السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. സൂറത്തുൽ അൻആം 89. എടുത്തല്ല 89 അല്ലേ? أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أولئك الذين آتيناهم الكتاب والحكم والنبوة فإن يكفر بها هؤلاء فقد وكلنا بها قوما ليسوا بها بكافرين. أولئك الذين هدى الله فبهداه مقتده. قل لا أسألكم عليه أجرا إن هو إلا ذكرى للعالمين. وما قدروا الله حق قدره إذ قالوا ما أنزل الله على بشر من شيء. قل من أنزل الكتاب الذي جاء به موسى نورا وهدى للناس تجعلونه قراطيس تبدونها وتخفون كثيرا وعلمتم ما لم تعلموا أنتم ولا آباؤكم. قل الله ثم ذرهم في خوضهم يلعبون. وهذا كتاب أنزلناه مبارك مصدق الذي بين يديه ولتنذر أم القرى ومن حولها والذين يؤمنون بالآخرة يؤمنون به وهم على صلاتهم يحافظون. صدق الله العلي العظيم. ആദരണീയരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആൻ പഠിക്കുന്നതിന് വേണ്ടി അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഇഅ്തികാഫിന് നിയ്യത്തിലായിട്ട് നമ്മൾ ഈ ഒരുമിച്ച് കൂടിയത് നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. അള്ളാഹു നമ്മുടെയും മാതാപിതാക്കളുടെയും ഒക്കെ ദോഷങ്ങളെ പുറത്തു തരട്ടെ. എല്ലാ നിലക്കും അള്ളാഹു നമുക്ക് ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യട്ടെ. അഭിമാനത്തോടെ ജീവിക്കാനും പൂർണ്ണ ഹിദായത്തിലായി ഈമാനിലായി മരിക്കാനും നമുക്കെല്ലാവർക്കും അള്ളാഹു ഭാഗ്യം നൽകട്ടെ. ആമീൻ.
നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരിൽ നിന്ന് ഏതാനും പ്രവാചകന്മാരെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അടക്കം അദ്ദേഹത്തിന്റെ ചരിത്രം പറഞ്ഞിട്ടാണ് അത് പറഞ്ഞത്. അദ്ദേഹം അടക്കം 18ഓളം പ്രവാചകന്മാരെ പ്രത്യേകം പറഞ്ഞതിന്റെ ശേഷം ഇനി അതിനുശേഷം അള്ളാഹു പറയുന്ന ചില കാര്യങ്ങൾ, പ്രധാനപ്പെട്ട ഒന്ന്, നേരത്തെ പറഞ്ഞ ഈ പ്രവാചകന്മാർക്കൊക്കെ അള്ളാഹു തആല ചില സവിശേഷതകൾ നൽകി. ഫബിഹുദാഹു മുഖ്തദിഹ് എന്ന് ആ പറഞ്ഞതിൽ നിന്ന് 90-ാമത്തെ ആയത്തിലെ ആ പ്രയോഗത്തിലൂടെ മേൽ പറയപ്പെട്ട പ്രവാചകരടക്കം പ്രധാനപ്പെട്ടവരെയുള്ള പറഞ്ഞത്, അങ്ങനെയുള്ള എല്ലാ പ്രവാചകന്മാരുടെയും പ്രത്യേകമായ സ്വഭാവങ്ങൾ ഒരേ സമയത്ത് അള്ളാഹുവിൻ്റെ തിരുദൂതരിൽ അന്ത്യപ്രവാചകരിൽ മേളിക്കുക വഴി ഏറ്റവും അധികം സ്ഥാനം അള്ളാഹു അന്ത്യപ്രവാചകർക്ക് നൽകിയത് സംബന്ധമായി പഠിപ്പിക്കുന്ന വചനങ്ങളും കൂടിയാണ് നമ്മൾ ഓതി വച്ചത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. أولئك الذين آتيناهم الكتاب والحكم والنبوة. ഉലായിക മേൽ പറയപ്പെട്ട ആ കൂട്ടർ, ഒരുപാട് പ്രവാചകന്മാർ അങ്ങനെ എണ്ണി പറഞ്ഞല്ലോ. അവർ അല്ലദീന ആതൈനാഹുമുൽ കിതാബ്, അവർക്ക് നാം വേദം നൽകി, വൽ ഹുക്മ ജ്ഞാനവും നൽകി, നുബുവത്ത് നൽകി. അല്ലാഹു തആല വേദം നൽകി, അതുപോലെ തന്നെ അവർക്ക് വലിയ ജ്ഞാനം നൽകി, അവർക്ക് അല്ലാഹു തആല നുബുവത്ത് നൽകി. ഫഇയക്ഫുർ ബിഹാ ഹൗലാ, എന്നിട്ട് അതുകൊണ്ട് ഇക്കൂട്ടർ അതിനെ നിഷേധിക്കുകയാണെങ്കിൽ ഫഖദ് വക്കൽനാ ബിഹാ ഖൗമൻ ലൈസൂ ബിഹാ ബികാഫിരീൻ, അതിനെ നിഷേധിക്കാത്ത വ്യാജമാക്കാത്ത ഒരു ജനതയെ അവർക്ക് നാം പകരം കൊണ്ടുവരും. പകരമാക്കുന്നതാണ്. ലൈസൂ ബിഹാ ബികാഫിരീൻ, ആ സന്ദേശത്തെ, അള്ളാന്റെ സന്ദേശത്തെ കളവാക്കാത്ത, നിഷേധിക്കാത്ത ഒരു ടീമിനെ കൊണ്ടുവരുമെന്ന് പറയുന്നത് മുഹാജിറുകളും അൻസാറുകളെ പറ്റിയാണ് പറയുന്നത്. ഉലൈകല്ലദീന ഹദല്ലാഹ്, ആ വിഭാഗം അള്ളാഹു അവർക്ക് നേർമാർഗം നൽകിയിരിക്കുന്നു, അങ്ങനെയുള്ള വിഭാഗമാണ്. നോക്കൂ, അപ്പൊ ഇവിടെ എന്തിനാണിത് പറയുന്ന അറിയങ്ങള്? ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ശേഷം അറബികളിലേക്ക് നമ്മുടെ പ്രവാചകരുടെ ഇടയിൽ വേറെ നബിമാരൊന്നും വന്നിട്ടില്ലായിരുന്നു. നമ്മൾ നാളെ പറഞ്ഞു ഇസ്ഹാഖി പരമ്പരയിലൂടെയാണ് ബാക്കിയൊക്കെ വന്നത്. അൽ-ബഖർ സൂറത്തിലെ ഒരു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒരു പ്രാർത്ഥന ഉണ്ട്. ഇസ്മായിൽ നബിയെ അടുത്ത് നിർത്തിയിട്ട് കഅബാലയത്തിന്റെ ആ പുനർനിർമ്മാണമൊക്കെ കഴിഞ്ഞതിന്റെ ശേഷം അവിടെ വെച്ചിട്ട് അദ്ദേഹം പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന ഉണ്ട്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, എന്ത്? പടച്ചോനെ, എന്റെ ഈ സന്താന പരമ്പരയിൽ അവസാനത്തെ പ്രവാചകരെ കൊണ്ടുവരണമെന്നത് വേണം. അതാണ് ഇസ്മായിൽ നബിയാണ് അതിന് ആമീൻ പറയുന്നത്. ആ ഒരു തൗഫീഖ് കിട്ടിയത് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്. കാരണം ഈ ക്രൈസ്തവര് ഈ അർക്കാൻ കൊണ്ടുപോയത്, ആ ത്യാഗം, അത് ഇസ്ഹാഖ് നബിക്കാണെന്ന് പറയുന്നുണ്ട്. അങ്ങനല്ല, അത് അസൂയ കൊണ്ട് വഴിതിരിച്ചു വിട്ടാണെന്നാണ്. ഇസ്മായിൽ നബിക്ക് വലിയ സ്ഥാനമുണ്ട്, വലിയ ക്ഷമണ്ട് എന്നൊക്കെ പറയുമ്പോൾ അത് ഇസ്ഹാഖ് നബിയാണെന്ന് വെറ്റി തീർക്കാനുള്ള ശ്രമങ്ങൾ വരെ എന്തായി നടന്നു. പരിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹു തആല ഒരായത്തില് പറയുന്നുണ്ട്, പിന്നെ സൂറത്തുൽ ബഖറയിൽ തന്നെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് അള്ളാഹു നൽകിയ ചില കാര്യങ്ങളിലുള്ള അസൂയ, ആ അസൂയ കാരണമാണ് നിങ്ങളെ അംഗീകരിക്കാൻ അവർക്ക് വലിയ പ്രയാസം എന്ന് സൂറത്തുൽ ബഖറയിൽ അള്ളാഹു പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് വേദം നൽകപ്പെട്ട ആളുകൾ ഈ സത്യം അംഗീകരിക്കാത്തത്? അത് പ്രധാന കാരണം എന്താ വെച്ചാൽ അസൂയാണ്. അത് എല്ലായിടത്തും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, കാണാൻ കഴിയും. ഇവിടെ അങ്ങനെ
അപ്പോൾ അല്ലാഹു തആല മുൻഗാമികളായ പ്രവാചകന്മാർക്ക് 3 കാര്യങ്ങൾ നൽകിയെന്നവരുണ്ട്. ഒന്ന് വേദം, കിതാബ് നൽകി. അതുപോലെ തന്നെ അവർക്ക് ഹുക്മ നൽകി. ഹുക്മന ഹിക്മത്ത് എല്ലാം പെട്ടു. ഹുക്മിന് സാധാരണ ഇൽമല്ല, എല്ലാ നിലക്കും നമ്മൾ അറിവ് എന്ന് പറഞ്ഞാൽ പല അറിവുണ്ട്. യാതൊരു നാഫിയോ ഒരു ഉപകാരവും ഇല്ലാത്ത മനഫാത്തും ഇല്ലാത്ത ഒരുപാട് ഇൽമുണ്ട്. അതുകൊണ്ട് കാര്യമില്ല, ഇൽമ നല്ല കാരണം. പക്ഷെ അയാൾക്ക് കിട്ടിയതുകൊണ്ടൊരു കാര്യം ഉണ്ടാവില്ല. നമ്മളെപ്പോഴും നാഫിയായ ഇൽമ കിട്ടാനാണ്, ഉപകാരപ്രദമായ ഇൽമ കിട്ടാനാണ്, അറിവ് നേടാനാണ് ശ്രമിക്കേണ്ടതും നമ്മൾ ദുആ ചെയ്യേണ്ടതും. ചിലർക്ക് എന്തെങ്കിലും ഒരു അറിവുണ്ടായതുകൊണ്ട് കാര്യം ഉണ്ടാവില്ല. ഈ അറിവിന്റെ ഒരു പ്രത്യേകത, ഇൽമിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ അത് വലിയ സമ്പത്താണ്. സാധാരണ നമ്മൾ സമ്പത്ത് നമ്മളെടുത്ത് പണം ഉണ്ടെങ്കിൽ ആ പണം ചെലവഴിക്കും തോറും അങ്ങനെ എന്താവും, ചെലവഴിക്കുന്ന അങ്ങനെ പോകും. 1 ലക്ഷം എടുത്ത് വെച്ചിന്ന് 10,000 റുപ്യ എടുത്താൽ പിന്നെ 90,000 ഉണ്ടാവുള്ളൂ. എന്നാൽ ഇൽമ അങ്ങനല്ല. അള്ളാഹു നമുക്ക് തന്ന അറിവ് നമ്മൾ ചെലവാക്കിയാൽ നമ്മളെടുത്തൊന്നും ചെലവായി പോകണമില്ല. എന്നാൽ അതേ സമയത്ത് നമുക്ക് അള്ളാഹു തആല വർധനവ് തരിക. ഒരു പോയിന്റ് നമ്മൾ അറിഞ്ഞു, ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ പഠിച്ചു. അത് നമ്മൾ വേറൊരാൾക്ക് നമ്മൾ ഷെയർ ചെയ്യണം. എങ്ങനെ? മൊബൈലിൽ ഇങ്ങനെ വിടല്ല, ആരും ശ്രദ്ധിക്കൂലപ്പോ. അങ്ങനത്തെ ഒരു കാലമാണ്. കാരണം അങ്ങനെ പലതും വരുന്ന കൂട്ടത്തിൽ. നേരെ കുറച്ച് നേരിട്ട് പറഞ്ഞു നോക്കി, എന്തൊക്കെ വർത്താനൊക്കെ ചോദിച്ചിട്ട് അടിസ്ഥാനമുള്ള കാര്യങ്ങളെന്ന് പ്രത്യേകം പറയാൻ കാരണം നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതിന് രേഖമാണ്, നമ്മളെടുത്ത് തെളിവ് വേണം. അല്ലെങ്കിൽ തെളിവുള്ളവരെ നമ്മൾ കാണണം, അറിയണം. അതാണ് ഈ തെളിവിന് അല്ലാഹു തആല ഖുർആനിൽ സുൽത്താൻ എന്ന് ഉപയോഗിച്ചു. സുൽത്താൻ ശരിക്കും സുൽത്താനാണ് എന്താ? രാജാവാണ് അല്ലേ? അറബ് സുൽത്താൻമാരെന്നൊക്കെ നമ്മൾ പറയില്ലേ ഭരണാധികാരികളെ പറ്റി, ചക്രവർത്തിമാര്, രാജാക്കന്മാര്. ഹുജ്ജത്ത് എന്നാണ് തെളിവിന് പറയേണ്ടത്, അല്ലെങ്കിൽ ബുർഹാൻ എന്ന് പറയണം. പക്ഷെ ഖുർആൻ പല സ്ഥലത്തും ഉപയോഗിച്ചത് സുൽത്താൻ മുബീൻ. എന്താ തമ്മിൽ ബന്ധം? എന്താ ബന്ധം എന്നറിയങ്ങള്? ഒരു രാജാവാകുമ്പോ ഇപ്പൊ ജനാധിപത്യ രീതിയിലുള്ള ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണാധികാരിയാണെങ്കിൽ അയാൾ ചിലപ്പോ ചോദ്യം ചെയ്യലിനെ അതിനെ നേരിടേണ്ടി വരും. ചിലപ്പോൾ അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് ആളുകളുടെ പ്രകടനം ഉണ്ടാവും. ജനാധിപത്യ വ്യവസ്ഥ അനുസരിച്ച് അതൊക്കെ നടക്കും. ആൾക്കാർ ചോദ്യം ചെയ്യും, പ്രതിഷേധം ഉണ്ടാവും, ഒക്കെ പരിഗണിക്കേണ്ടി വരും കോടതിയിൽ. എന്നാൽ രാജഭരണമാണെങ്കിലോ, യഥാർത്ഥ രാജഭരണം എന്ന് പറഞ്ഞാൽ രാജാവ് എന്താ പ്രഖ്യാപിക്കുന്നത് തന്നെ അത് ഖണ്ഡിതമായിരിക്കും. പണ്ടൊക്കെ രാജാക്കന്മാർ സൂര്യനൊപ്പം കൊണ്ടുവരണം, ഇല്ലെങ്കിൽ മന്ത്രിയുടെ തല പോകുന്ന പറഞ്ഞാൽ അയാളെ ജീവിതം അതോടുകൂടെ എന്തെയും കഴിയും. അങ്ങനെയാണ്. അപ്പൊ സുൽത്താൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഒരു കാര്യം അയാൾ എന്താ തീരുമാനിക്കണം നടപ്പിലാക്കുന്ന അതിനാണ് സുൽത്താനര. എന്നതുപോലെയാണ് യഥാർത്ഥ തെളിവുണ്ടല്ലോ, 100ക്ക് 100 സത്യമായ രേഖ, അതിന്റെ എവിഡൻസ് നമ്മളെ കയ്യിലുണ്ടെങ്കിൽ അത് ശത്രുവിന്റെ വാദഗതികൾ എന്തെയുണ്ട്, കണ്ണിക്കുന്നുണ്ട്. അത് മുറിച്ചു കളഞ്ഞു, ഓൻ സമ്മതിച്ചോളന്നില്ല. യഥാർത്ഥത്തിൽ നിഷ്പക്ഷമായി ചിന്തിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാവും. അതിനാണ് എന്ത് പറയാ, അതാണ് രേഖക്ക് തെളിവിന് അല്ലാഹു തആല സുൽത്താൻ മുബീൻ ഉപയോഗിക്കാനുള്ള കാരണം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള ഒരു നമ്മൾ വേറൊരാൾക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് വലിയ ഉപകാരമാവും. എന്നാൽ നമുക്ക് നഷ്ടം ഉണ്ടാവും ഇല്ല, നമുക്ക് വീണ്ടും കിട്ടും. ചെലവഴിക്കും തോറും എന്നാൽ നമുക്കിത് കുറേ സമ്പാദിക്കുമ്പോൾ അതിന് ഏരിയ കുറേ വേണം പാത്ത് വെക്കാൻ. വേണ്ട, സമ്പത്ത് അങ്ങനെയല്ല. ആ പാത്ത് വെക്കാൻ സ്വർണം കുറച്ചുണ്ടെങ്കിൽ, കള്ളന്മാരെ സ്വർണ്ണം ഉണ്ടെങ്കിൽ സമാധാനം ഉണ്ടാവില്ല. അതവിടെ വെച്ചെടുക്കലും പോകാൻ നമുക്ക് തോന്നൂല. സാധനം ഉണ്ടെങ്കിൽ അവ ലോക്കറിലും ഉണ്ടേക്കും ചിലപ്പോൾ, അല്ലെങ്കിൽ പല മാർഗങ്ങളും ഉണ്ടാവും. എന്നാൽ ഇൽമോ, നമ്മളെ കുട്ടിക്ക് മദ്രസയിലെ 10ാം ക്ലാസ്സിലെ എല്ലാ വിഷയത്തിലും ടോപ്പ് + കിട്ടി. നമുക്ക് വലിയ പേടിയുണ്ടോ? കള്ളന്മാരുണ്ടോ? ഇല്ല. ആ പെണ്ണ് ഇപ്പോൾ ആ റൂമിൽ ഒറ്റക്കാളറബ് ആ ഇൽമൊക്കെ പാടാരെങ്കിലും കൊണ്ടുപോകാൻ ഇല്ല. കല്യാണം കഴിഞ്ഞ് മകൻ ഗൾഫിക്ക് പോയി, മരുമോളൊരു റൂമിൽ ഒറ്റക്കാണ്, കണ്ടമാനം പൊന്നുണ്ട്, 150 വാങ്ങും. ബേജാറുണ്ടാവും, ഓൾക്കുണ്ടാവും, വീട്ടുകാർക്കുണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും. ഇൽമിന് ആ പ്രശ്നമില്ല. അത് കള്ളന്മാരെ കൊണ്ടുപോകൂല. അത് സൂക്ഷിക്കാൻ ഒരുപാട് ഏരിയ വേണ്ട അല്ലേ? അത് കൂടുന്തോറും നമുക്ക് പദവി കൂടേക്കാരം, മറ്റേത് ബാധ്യത കൂടുകയാണ്. എനിക്ക് കണക്ക് പറയണം. അതിൽ അമ്പിയാക്കൾക്ക് അള്ളാഹു കൊടുക്കുന്ന പ്രത്യേക ഇൽമുണ്ട്. ഇൽമു മൊത്തത്തിൽ അള്ളാഹുവിൽ നിന്നൊരു നൂറാണ്. അത് അമ്പിയാക്കൾക്ക് പ്രത്യേകം കിട്ടും. അതിനാണ് നമ്മൾ പറയുന്നത് ഹുക്മ എന്ന് പറയുന്നത്. ഹുക്മന്റെ നേരർത്ഥം വിധി എന്നാണെങ്കിലും ഇവിടെ ഉദ്ദേശം അമ്പിയാക്കൾക്കുള്ള ഇൽമാണ്.
പിന്നെ വിധി പ്രഖ്യാപിക്കാനുള്ള കഴിവൊക്കെ വേറെ അള്ളാഹു താല കൊടുത്തിട്ടുണ്ട്. ഏതായിരുന്നാലും അള്ളാഹു താല പറയാണ്, അംബിയാ മുർസലുകൾക്ക് അള്ളാഹു താല എന്തേതു, അവർക്ക് അള്ളാഹു താല പറയാണ് കിതാബിനെ കൊടുത്തു, ഹുക്മിനെ കൊടുത്തു, നബുവത്തിനെ കൊടുത്തു. ഇനി ഇക്കൂട്ടർ എന്നാല് അറേബ്യയിലെ നബിതങ്ങൾ വരുന്ന കാലഘട്ടത്തിലെ അവരുണ്ടല്ലോ, അവര് അതിനെ നിഷേധിക്കുകയാണെങ്കിൽ, ഇസ്മായിലിന്റെ നബിന്റെ ശേഷം അറബികൾക്ക് വേറൊരു ദൂതൻ വന്നിട്ടില്ല. ഇനിയിപ്പോ ഒരു ദൂതൻ വന്നിട്ട് അവരെ സത്യത്തിലേക്ക് വിളിക്കുമ്പോ ഓലതിനെ നിഷേധിക്കുകയാണെങ്കിൽ ഫഖദ് വക്കൽനാ ബിഹാ ഖൗമൻ ലൈസൂ ബിഹാ ബികാഫിരീൻ. അതിനെ നിഷേധിക്കാത്ത ഒരു ഖൗമിനെ, ഒരു ജനതയെ എന്ത് ചെയ്യും, അവർക്ക് പകരമാക്കുന്നതാണ്. അള്ളാഹു തആല ഓൽക്കണ ഏൽപ്പിച്ചെടുക്കുന്നു. നമ്മൾ വക്കീലാക്കി അറിയില്ലേ എന്നമാർക്ക് അത് ഇവർക്കുള്ളത് അവരെ ഏൽപ്പിക്കുന്നതാണെന്നാണ്. അതാണ് ആര്? മുഹാജിറുകളും അൻസാറുകളും. ഖുർആനിൽ അള്ളാഹു തആല അവരെ പറ്റി ഒരു ആയത്തിൽ പറയുന്നുണ്ടല്ലോ, എന്ത്? മുഹാജിറുകളെ പറ്റിയും അൻസാറുകളെ പറ്റിയും പറയുന്നുണ്ട്, റളിയല്ലാഹു അൻഹും വറളൂ അൻ. അവർ അള്ളാഹുവിനെയും അള്ളാഹു അവരെയും ഇഷ്ടപ്പെട്ടിരിക്കുന്നു. ഒരു സംഭവമാണ്. സഹാബത്ത് ഈ മുഹാജിറുകളും അൻസാറുകളും ഓൽക്കതിനുള്ള യോഗം ഉണ്ടായി. ഓൽക്ക് പിന്നെ വേറെ ഒന്നും തടസ്സമില്ല. ഇവർ അറബികളിൽ പല ആളുകൾക്കും ഇത് സ്വീകരിക്കാൻ ഭയങ്കര തടസ്സം. എങ്ങനെ പറഞ്ഞെടുത്താലും അംഗീകരിക്കൂല, വാശി. എന്നാൽ ഒരു വിഭാഗം എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടായിട്ടും അവരെന്ത് ചെയ്തു? അത് സ്വീകരിച്ചു. അതിന് എന്ത് നഷ്ടം ഒരു സഹിച്ചു എന്നാണ്. അതിനൊരു ഉദാഹരണം പറയുന്നുണ്ട്, ഞാൻ ആയത്തൊന്ന് എടുത്തുതരാം. ഇതിന് അല്ലാഹു തആല ഒരു ഉദാഹരണം പറയുന്നുണ്ട്. ആ ആയത്ത് എവിടെ കിടക്കുന്നുണ്ട്? അൽ-ബഖറ സൂറത്തിലെ 207-ാമത്തെ ആയത്ത് നോക്കി, 32-ാമത്തെ പേജ്. മുഹാജിറുകളും അൻസാറുകളും ഓൽക്കണ കൊടുക്കും നമ്മൾ പറഞ്ഞല്ലോ. അതിൽ മുഹാജിറുകളിൽപ്പെട്ട ഒരാളെ കേട്ടോട്ടെ. ഒരാൾ കാരണം ഒന്ന് ഇറക്കിയ ആയത്താണ്. അൽ-ബഖറയിലെ 207. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമിനൻ നാസി മൻ യശ്രീ നഫ്സഹു ഇബ്തിഗാഅ മർളാത്തില്ലാഹ് വല്ലാഹു റഊഫും ബിൽ ഇബാദ്. വമിനൻ നാസി, ജനങ്ങളുടെ കൂട്ടത്തിലുണ്ട്, മൻ ചിലർ എന്നർത്ഥത്തിലാണ്. അതായത് ഒരാളെ പറ്റിയാണ് ഇത് ഇറങ്ങുന്നത് കേട്ടോ. യശ്രീ നഫ്സഹു ഇബ്തിഗാഅ മർളാത്തില്ലാഹ്, അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് സ്വന്തം ശരീരത്തെ തന്നെ അവർ വിറ്റു, അള്ളാഹ്ക്ക് വിറ്റു, സ്വർഗം കിട്ടു വാങ്ങുകയാണ്. അങ്ങനെ ചിലരുണ്ട്. വല്ലാഹു റഊഫും ബിൽ ഇബാദ്, അള്ളാഹു തന്റെ അടിമകളെ പറ്റി കൃത്യമായി അറിയുന്നവനാണ്. വല്ലാഹു റഊഫും ബിൽ ഇബാദ്, അടിമകളോട് കൃപയുള്ള ആളാണ്. അള്ളാഹു തന്റെ അടിമകളോട് നല്ല കൃപയുള്ള ആളാകുന്നു എന്ന് തുടർന്ന് അള്ളാഹു തആല പറയാണ്. ഈ ആയത്ത് മുഹാജിറുടെ കൂട്ടത്തിൽപ്പെട്ട സയ്യിദുന സുഹൈബ് റളിയല്ലാഹു അൻഹു കാരണം അവതരിച്ചു. അദ്ദേഹത്തെ പറ്റിയാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ പേര് പറയാതിരുന്നത് അത് എല്ലാവർക്കും ബാധകമാണ്. പക്ഷെ മൂപ്പരെ പറ്റിയാണ് പറയുന്നത്. വമിനൻ നാസി മൻ, ജനങ്ങളുടെ കൂട്ടത്തിൽ ചിലരുണ്ട്. നമ്മളിപ്പോ ക്ലാസ്സിൽ ഒരാള് നല്ലൊരു പ്രവർത്തനം ചെയ്താല് നമ്മളെ ക്ലാസ്സിൽ ചിലരുണ്ട് എന്ന് പറഞ്ഞാൽ ആ സംഭവം പറയേണ്ടത് ഒരാളെ പറ്റിയാണെങ്കിലും അങ്ങനെ അതാണ് നമുക്ക് മാതൃക, നമ്മൾ റോൾ മോഡലാക്കാൻ പറയണം. എന്നതുപോലെ അല്ലാഹു തആല പേര് പറയാതെ പറയണം. സുഹൈബ് റളിയല്ലാഹുവിനെ പറ്റി എന്താ സംഭവം എന്നറിയോ? സുഹൈബ് റളിയല്ലാഹുവിന് കുറച്ച് അല്ലാഹു തആല മുതൽ കൊടുത്തിരുന്നു, സമ്പത്തുണ്ടായിരുന്നു. അദ്ദേഹം അള്ളാഹിന്റെ വിശുദ്ധ ദീനിലേക്ക് വന്നതിന് ശേഷം ശത്രുക്കൾ മൂപ്പരെ പിടികൂടി.
അപ്പൊ എന്താ വെച്ചാല് സ്വത്ത് കുറെ ഉണ്ടായതുകൊണ്ട് അത് പറഞ്ഞിട്ട് അതിന് നഷ്ടം വരും, ഈ മാർഗത്തുനിന്ന് നിങ്ങൾക്ക് പിന്മാറാൻ നല്ലതെന്ന് പറഞ്ഞിട്ട് ഇവരെന്ത് ചെയ്തു, എങ്ങനെയൊക്കെ ഏത് നിലയ്ക്കാ നോക്കാൻ നിലക്കൊക്കെ നോക്കുമല്ലോ. ഇന്നും അങ്ങനെ ചെയ്യണ്ടല്ലോ. ചില പിരിവിനൊക്കെ വരികയാണ് സംഘപരിവാറിന്റെ ആൾക്കാർ, പാർട്ടി ഫണ്ട് അത്ര, മറ്റേതിന് എത്ര, അല്ല അത്ര ഇപ്പൊ തരാൻ കഴിയൂല എന്ന് പറഞ്ഞാൽ നേരെ മുഖത്തോക്കി അധികാരത്തിന്റെ ഹുങ്കൊണ്ട് പറയണത്. പിന്നെ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും കേട്ടോ. നീർക്കോലിക്കും അത്താഴം മുടക്കാൻ കഴിയുമല്ലോ എന്ന് പറഞ്ഞ പോലെ ഇത് പ്രയാസം ഉണ്ടാക്കുന്നത് കരുതിയിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മളിത് അറിയാത്തൊരു സംഗതിന്റെ കുട്ടൻസ് അറിയാത്തൊരു പറയുന്നത് ഓൽക്കൊക്കെയാണോ പിരിവ് കൊടുക്കണ്ടേ, പള്ളിയേക്കാരാൻ വേണ്ടിയാണ്. അല്ല, ഇത് പറ്റ അടിച്ചു പോകാനാണ്. നമുക്ക് എല്ലാം മനസ്സിലാക്കാൻ കഴിയില്ല അത്. അപ്പൊ ആ രൂപത്തിൽ പലരും നമ്മളോട് പറയാറുണ്ട്. ഇതൊക്കെ ഒരു കാവലാട്ടോ. പടച്ചറബ് എല്ലാ നിലക്കും നമുക്ക് സുരക്ഷിതത്വം നൽകുമാറാവട്ടെ, ആമീന്ന് പ്രാർത്ഥിക്കാം. അപ്പൊ എല്ലാ നിലക്കും നോക്കും. ഇതേപോലെ ഇവര് സുഹൈബ് റളിയല്ലാഹുവിനോട് വന്നിട്ട് രാജിവെക്കണം താങ്കൾ എന്ന് പറഞ്ഞു. ഇവര് പറഞ്ഞത് തയ്യാറല്ല. അപ്പൊ ഇവര് പറഞ്ഞ എന്താ വെച്ചാല് സ്വത്ത് ഞങ്ങൾ പിടിച്ചെടുക്കുന്നതാണ്. അപ്പൊ സുഹൈബ് റളിയല്ലാഹു പറഞ്ഞത് അല്ല, സ്വത്ത് മാത്രമാക്കണ്ട, എന്നെ തന്നെ എടുത്തോളിയാണ്. അത് ഒരു പ്രതീക്ഷിച്ചില്ല. നിങ്ങൾ ഇന്നെ തന്നെ എടുത്തോളി, സ്വത്ത് എടുക്കണ്ടല്ലോ, നിങ്ങൾ ഇന്നെ എന്താ ശരി ചെയ്തോളിയാറ്, ഞാൻ മാറൂല, വെട്ടിയാ നുറുക്കിക്കളി എന്ന് പറഞ്ഞവർക്ക്. അത് വെറുതെ ഒഴുക്കമട്ടിൽ പറയല്ല, ആത്മാർത്ഥമായിട്ട് മൂപ്പര് പറഞ്ഞു. സ്വത്തോലെടുത്ത് മൂപ്പരൊന്നും ചെയ്തില്ല. എല്ലാം ദേഹോപദ്രവപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അള്ളാന്റെ തിരുദൂതര് അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ഇത് പോയിക്കൊള്ളിയാറ്. പക്ഷെ ഒരു ഉറച്ചുന്നു, യാതൊരു നഷ്ടബോധമൊന്നുമില്ല. ഈ ദീക്ക് സംഘടനയ്ക്ക് വന്നുകൊണ്ടാണ് ഇപ്പോ ഈ പ്രസ്ഥാനത്തിലേക്ക്, ഈ മതത്തിലേക്ക് വന്നുകൊണ്ടാണ് ഇപ്പൊ ആ മുതലൊക്കെ പോയി ഉള്ളതൊക്കെ നഷ്ടപ്പെട്ടു. അങ്ങനെ ചിന്തയൊന്നുമില്ല, ഒരു ഉറച്ചുന്നു. അപ്പൊ മൂപ്പരെ പറ്റി അള്ളാഹു പറയാണ്, പേരെടുക്കാനല്ല, അറിയപ്പെടാനല്ല, പ്രശസ്തിക്ക് വേണ്ടിയല്ല, അള്ളാഹുവിൽ നിന്നുള്ള പ്രീതി ആഗ്രഹിച്ച്. ആരാ പറയണ്ടത്? അപ്പൊ ഉള്ളിട്ട് അറിഞ്ഞിട്ട് പറയാമല്ലോ, ഉള്ളറിഞ്ഞിട്ട് പറയാണ്. നമ്മളൊക്കെ എന്ത് ചെയ്യണമെന്ന് അറിയാങ്ങള്, ഓരോ സ്വഹാബിമാരെ ഓരോ വിഷയത്തിൽ പിടിച്ചാൽ മതി. ഖുർആൻ നബി തങ്ങൾ തന്നെ പറഞ്ഞല്ലോ, ഫബി അയ്യിഹിം ഇഖ്തദൈതും ഇഹ്തദൈതും. സ്വഹാബിമാരിൽ നിന്ന് നിങ്ങൾ ആരെ പിന്തുടർന്നാലും നിങ്ങൾക്ക് എന്തുണ്ടാവും? സന്മാർഗം, നിങ്ങൾ രക്ഷപ്പെടും. ആരെ പിൻപറ്റിയാലെന്നാ. ഓരോരുത്തരും ഓരോ മാതിരി ഉണ്ട്. അമ്പിയാക്കളെ കാര്യം പറഞ്ഞവർക്കാണ്, ഓരോരുത്തരും ഓരോ സ്പെഷ്യലിസ്റ്റുകളാണ്. അപ്പൊ നമ്മള് ഇങ്ങനത്തോലൊക്കെയാണ് നമുക്ക് മനസ്സിലേക്ക് വരേണ്ടത്. സുഹൈബ് റളിയല്ലാഹു അൻഹു. അപ്പോ അല്ലാഹ് പറയണം, ഇപ്പൊ നമ്മൾ ഓതി വെച്ച ആയത്തിൽ പറയണേ, നിങ്ങൾക്ക് ഇത് സ്വീകരിക്കാൻ തയ്യാറല്ലെങ്കിൽ, ഈ സന്ദേശം ഉൾക്കൊണ്ടങ്ങൾ ഉള്ള തയ്യാറല്ലെങ്കിൽ ഒരു കാര്യങ്ങൾ മനസ്സിലായിക്കോളി, നിങ്ങൾക്ക് ഇതൊക്കെ നിങ്ങൾക്ക് പകരതൊക്കെ സ്വീകരിക്കുന്ന ഒരു കൂട്ടർ നമ്മൾ കൊണ്ടുവരും. അത് മുഹാജിറുകളും അൻസാറുകളുമാണ്. അതുകൊണ്ട് ഉദ്ദേശം എന്താണ്? മുഹാജിറുകൾ എന്ന് പറയുമ്പോൾ എല്ലാ ത്യാഗങ്ങളും സഹിച്ച് അവര് ജന്മനാട് വിട്ട് ആ ആദർശത്തിന്റെ സംരക്ഷണത്തിന്, തങ്ങളുടെ ആദർശം ആശയം അത് നടപ്പിലാക്കാൻ അവിടെ പറ്റാത്തതുകൊണ്ട് അവിടെ നിന്ന് പോയി. അള്ളാന്റെ കൽപ്പന പ്രകാരം. അൻസാറുകളോ ആ പേരറിയിക്കുന്ന പോലെ ഒരു സഹായികളാണ്. മുഹാജിറുകൾ ഹിജ്റ പോയവരാ, അൻസാറുകൾ സഹായിച്ചവരാണ്. രണ്ടിലും വലിയ മാതൃക ഉണ്ട്. കാരണം അൻസാറുകൾ എന്ന് പറഞ്ഞാല് അഭയാർത്ഥികളായിട്ട് നമ്മൾ ചെല്ലുമ്പോൾ ഒരു ടീം വരുമ്പോൾ നബിതങ്ങൾ നേരത്തെ അവിടെ എത്തി. കുറെ ആളുകൾ ആദ്യം പോയി, പിന്നെ ആളുകൾ ഇങ്ങനെ എത്തുകയാണ്. അവർക്ക് നല്ല പ്രോത്സാഹനം കൊടുക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ നിലക്കും അവരെ പ്രോത്സാഹിപ്പിച്ചു. ആളുകളെ ഏറ്റെടുക്കുകയാണ്. വീടാണ് ഒഴിഞ്ഞെടുക്കുക, ഞങ്ങൾ കയറി കോളിയാറിട്ട്. ഒരു ഈസ്റ്റിനല്ലേ അവർ ഭക്ഷണം കഴിക്കണ്ടെങ്കിൽ ഇവർക്ക് കൊടുക്കും. അൻസാറുകൾക്ക് തിന്നുണ്ടെങ്കിൽ മുഹാജിറുകൾക്കുണ്ടാവും. ഒരു വേള മുഹാജിറുകൾക്ക് അതിലേറെ അവർ എന്ത് ചെയ്തു, ഓലൊരു ബുദ്ധിമുട്ട് അറിയിക്കണ്ട. അവിടെ ഇപ്പോ ആ മുസ്ലിങ്ങളായ എഴുത്തുകാർ വരെ എഴുതുന്നൊരു സംഗതിയുണ്ട്. ഒരു കാലത്ത് ഭയങ്കര കച്ചറക്കാരതിനോട് ചെറിയ പ്രശ്നങ്ങൾക്ക്. അന്ന് അവരെ പറ്റി പറഞ്ഞിരുന്നത് അഹ്ലുൽ ജുഹാൽ എന്നാണ്, വിഡ്ഢികൾ. അവരാണ് പിന്നീട് ഏറ്റവും വലിയ സ്നേഹമുള്ള ആൾക്കാരായത്. അവർ പിന്നെ അഹ്ലുൽ ഖുർആൻ എന്നുള്ള പേരിൽ അറിയപ്പെട്ടു, ഖുർആന്റെ ആളുകൾ. അതാണ് വിപ്ലവം. ആദ്യം ഭയങ്കര പക, വിദ്വേഷം പരസ്പരം. അങ്ങനത്തെ ആളുകൾ പിന്നെ അവരിങ്ങോട്ട് സ്നേഹിച്ചിട്ട് ഒന്നായി. അവർ ഒന്നാണ്.
ആളോ ഈ മുഹാജിറുകൾക്ക് അള്ളാന്റെ തിരുദൂതർ പ്രത്യേക ആനുകൂല്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ അതിലേറെ കഷ്ടപ്പാടുള്ള അൻസാറുകൾ അവിടെ ഉണ്ടാവും. പക്ഷേ ഒരു വ്യവസ്ഥ വെച്ച് കൊടുക്കുമ്പോൾ അതിനനുസരിച്ചേ പറ്റുള്ളൂ. ഇത് മുഹാജിറുകൾക്ക് എന്ന് പറയുമ്പോൾ വക മാറ്റാൻ പറ്റില്ല. എന്നാ പിന്നെ അൻസാറുകൾക്ക് എന്താ തന്നെ വക മാറ്റിക്കൂടെ, നമ്മള് പ്രയാസം തന്നെയുള്ളോ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നമ്മളൊരു മഹല്ല് കമ്മിറ്റിക്ക് റിലീഫ് എടുത്തി നോക്കട്ടെ, പ്രശ്നം തീരില്ല അല്പോ. നിങ്ങൾ പിന്നെ ഫക്കീറില്ല മിസ്കീല ചേർത്ത്, മിസ്കീലല്ല ചേർത്ത്, അല്ല ഞാൻ ഫക്കീറാ, ആൾക്കാർ പറയും. ഭയങ്കര പ്രശ്നമൊക്കെ ഈ ആനുകൂല്യങ്ങളൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ ഒന്നും ഒഴിവാക്കൂല. അപ്പൊ നമുക്ക് നമ്മളതിന് അർഹതപ്പെട്ടില്ലെങ്കിൽ പോലും ആളുകൾ എന്ത് ചെയ്യും, കിട്ടേണ്ടതിന് വരട്ടെ എന്നുള്ള ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് ആകെ ഒരു സംഗതി തുടങ്ങിയാൽ അത് മുന്നോട്ടുണ്ടാകാൻ സമ്മതിക്കൂല അല്പം. അങ്ങനെയാണ് നമ്മളെ അവസ്ഥ പലപ്പോഴും അങ്ങനെയാണ്. കുറഞ്ഞ ചെറിയ കാര്യം ഇപ്പോൾ ചിലർക്ക് ഈ നേർച്ചക്കൊക്കെ ഇതൊക്കെ വിതരണം ചെയ്യുമ്പോൾ ലാസ്റ്റ് വരെ അവിടെ ചുറ്റും പറ്റി നിൽക്കും, കമ്മിറ്റിക്കാരെ ഏറെ കൊണ്ടുപോകാം. ലാസ്റ്റ് ഇൻ്റെ നാട്ടിലൊക്കെ ഉണ്ടാവും, ഞാൻ പറയാൻ കാരണം ഒറ്റപ്പെട്ട ചിലർ ലാസ്റ്റ് അവർ പോവുള്ളൂ, ഇവരൊട്ടേരടുക്കുണ്ടാവും. ഇത് കണ്ടറിഞ്ഞാണ്ട് തന്നെ അന്ന് മുഴുവൻ കൊടുത്തു, ഇവൽക്കൊന്നും ഇല്ലാത്ത അവസ്ഥയ്ക്കാണ് ആക്കിയവർക്ക്. അയാൾ തറ പറഞ്ഞ് അങ്ങനെ പോയി. അങ്ങനെയുണ്ടാവും തന്നെ. അത് പഠിച്ചണ ഒരു മുഹാജിറുകളെ അൻസാരികളെ ഖുർആൻ നേരെടുത്ത് പറയുന്നുണ്ട്, വല മനസ്സിൽ ചെറിയൊരു വിഷമം പോലും അൻസാറുകളുടെ മനസ്സിൽ ഉണ്ടായില്ല എന്നുള്ളതാണ്. ഒരു വലിയ സംഭവമാണ്. അപ്പോ ഇവിടെ ഇപ്പൊ സുഹൈബ് റളിയല്ലാഹു അൻഹു കാരനാണ് അല്ലാഹു തആല നേരാണ് പറയാണ്, വമിനന്നാസി മൻ യശ്രി നഫ്സഹു ബിത്തിഗാ അമർലാത്തില്ലാഹ്, അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് ശരീരത്തെ തന്നെ കൊടുക്കുന്നവരുണ്ട്. മുതലങ്ങൾ എടുത്തോളിയെന്ന് മാത്രം, എനിക്ക് തടി കിട്ടിയാൽ മതി എന്നല്ല, കെട്ടെറിഞ്ഞ് അല്ല. അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു അങ്ങനെ തന്നെ കേട്ടോ, അദ്ദേഹം അങ്ങനെ തന്നെ. മൂപ്പരെ കച്ചവട സ്ഥാപനം കോല് പിടിച്ചെടുത്ത് നിങ്ങൾ എടുത്തോളിയായിരുന്നു, എനിക്കത് പ്രശ്നമില്ലായിരുന്നു. മൂപ്പർക്ക് അള്ളാഹു തആല വേറെ കൊടുത്തു. അപ്പൊ ഇത് വലിയൊരു മാതൃകയാണ്. അതാണ് ഇവിടെ അള്ളാഹു ഒറ്റവാക്കിൽ ഇവിടെ പറഞ്ഞു പോവുകയാണ്, നിങ്ങൾക്കിത് സ്വീകരിക്കാൻ തയ്യാറല്ലെങ്കിൽ ഇതിനെ നിങ്ങൾക്ക് പകരം വേറൊരു കൂട്ടർ വരും, അവർ ഇത് സ്വീകരിക്കും. അത് നമ്മൾ എല്ലാ കാലത്തും നമ്മൾ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഇപ്പൊ നമ്മളിപ്പോ ഖുർആൻ ക്ലാസ്സിന് വിളിക്കുമ്പോൾ എല്ലാവരും ഒന്നും വരൂല, അതിന് തൗഫീഖുള്ള ആൾക്കാർ വരും. ഇപ്പൊ ഏത് ഒരു മഹലിൽ ഒരു നല്ല സംവിധാനം തുടങ്ങും, ചിലർ വല്ലാതെ വിമർശിക്കും. അത് തൗഫീഖ് കിട്ടിയ കുറച്ച് ആളുകൾ അതിനെ പിൻപറ്റും, അല്ലെങ്കിൽ അത് ഏറ്റെടുക്കും, കാര്യങ്ങൾ നടക്കും. ഒന്നും നിന്ന് പോകുന്നില്ല. ഇന്നങ്ങള് മദ്രസന്റെ കാര്യത്തിന് കാണണ്ട, പള്ളിന്റെ കാര്യത്തിന് കാണണ്ടെന്നൊക്കെ പറയും, അത് നടക്കും. അപ്പൊ പകരം അല്ലാഹു തആല വേറെ ആരെങ്കിലും കൊടുക്കും. ഈ സംവിധാനം എന്ത് ചെയ്യും, ഒരിക്കലും എന്ത് ചെയ്യൂല, അച്ഛൊന്ന് കാണുന്നത് ഞാൻ ഇല്ലാതെ നടക്കേണ്ടതെന്ന് കരുതരുത് എന്നുള്ളതാണ്. അതപ്പോ പകരം എന്ത് ചെയ്യും, അല്ലാഹു തആല വേറെ ആളായോട് കൊടുക്കും, അല്ലാഹു തആല ഇതാക്കും. അത്രയുള്ള ഇതിന്റെ കാര്യം. അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ വളരെ കൃത്യമായിട്ട് പറയാണെന്ത്, നബുവത്ത്, കിതാബ്, ഹുക്മ്, നബുവത്തൊക്കെ വിശദീകരിച്ചിട്ട് പറയാണ്, ഇനി ഈ ഖുർആൻ ലാസ്റ്റ് വന്ന ഖുർആന് അറബികൾ ഇത് സ്വീകരിക്കണില്ലെങ്കിൽ പകരം വേറെ കൂട്ടര് വരും. എന്നിട്ട് അല്ലാഹു പറയണ ആ കൂട്ടരാരാ, ഉലൈകല്ലദീന ഹദല്ലാഹ്, അവർ അല്ലാഹു അവർക്ക് നേർമാർഗം നൽകി, അങ്ങനെയുള്ളൊരു വിഭാഗമാകും. ഇനി അതിന്റെ ശേഷം പറയുന്ന എന്താ അറിയോ, ഫബിഹുദാഹു മുഖ്തദി, അവരുടെ മാർഗ്ഗം നബിയെ അങ്ങ് പിൻപറ്റുക. ഇത് മടങ്ങുന്ന എവിടക്കാര്യങ്ങൾ നേരത്തെ പറഞ്ഞ പ്രവാചകന്മാർക്കാണ്. അതുപോലെ തന്നെ ഈ 90-ാമത്തെ ആയത്തിൽ പറയുന്ന ഉലായിക്കാൻ തന്നെ മടങ്ങുന്ന എടുക്കാന്ന അഭിപ്രായം. പിന്നെ ആദ്യം പറഞ്ഞ പ്രവാചകന്മാര്, ഇപ്പൊ പറഞ്ഞല്ലോ പ്രവാചകന്മാർ 10-17 പ്രവാചകന്മാരെ പറഞ്ഞിട്ട് അവർക്ക് നബുവത്തും കാര്യങ്ങളും നൽകി പറഞ്ഞല്ലോ. അത് അള്ളാഹു അവർക്ക് പ്രത്യേകം വഴി കാണിച്ചു. ഫബിഹുദാഹു മുഖ്തദി, നബിയെ ആ മാർഗദർശനം അങ്ങും പിൻപറ്റുക. നബിയോട് അള്ളാഹു തആല പറയാണ്, ആ മാർഗം നബിയെ അങ്ങും എന്ത് ചെയ്യുക, പിന്നെ അങ്ങും പിൻപറ്റുക എന്നാണ് നബിയോട് അള്ളാഹു പറയുന്നത്. ഇത് ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് കരുതും നബി വഴി വിട്ടൊന്നുമില്ല, അള്ളാഹു അങ്ങനെ പറയണം. എന്നിട്ട് ഈ ആയത്തിന്റെ വിഷയം നമ്മളിപ്പോ നേരെ അർത്ഥം വെച്ച കാര്യമായിട്ടൊന്നും കാണൂല. ഈ ആയത്തിലാണ് എന്ത് പറയുന്നത്, ഇപ്പൊ കഴിഞ്ഞു പോയ ഒരുപാട് പ്രവാചകന്മാര് അവർക്ക് അള്ളാഹു കൊടുത്ത, അവർക്ക് വഴി കാണിച്ചു, നബിയെ അങ്ങ് ആ മാർഗങ്ങളെ പിൻപറ്റിക്കൊള്ളൂ എന്ന് പറഞ്ഞ് അന്ത്യപ്രവാചകരാക്കാനുള്ള കാരണം തന്നെ ഈ കണ്ടവരുടെ എല്ലാവരുടെ സ്ഥാനവും നബി തങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയാണ്.
അതാണല്ലോ ഒരു കവി പാടിയത്, ലികുല്ലി നബിയ്യിൻ ഫിൽ അനാമി ഫളീലത്തുൻ വജുമലതുഹാ മജ്മൂഅത്തുൽ ലി മുഹമ്മദി. ഓരോ നബിമാർക്കും ഓരോ മഹത്വങ്ങളുണ്ട് എങ്കിൽ അതെല്ലാം ഒരേ സമയത്ത് അന്ത്യപ്രവാചകനിൽ സമ്മേളിച്ചിരിക്കുന്നു. എല്ലാ സ്വഭാവമുണ്ട്. അതിൽ ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്നത് ഓരോരുത്തരും എടുത്തു പറയുന്നത്. ഞാൻ ആ ക്രമം ഒന്ന് പറയാം. ഓരോരുത്തർക്ക് കിട്ടിയത് ഒരു പ്രവാചകൻ തന്നെ ഒരുപാടുണ്ടാവും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. ഒന്ന് നൂഹ് നബിയാണ് ഉദ്ദേശിക്കുന്നത്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറ്റി പറയുന്നത് സ്വന്തം ജനതയിൽ നിന്ന് ഒട്ടേറെ പീഡനങ്ങൾ, അതിലാണ് മൂപ്പര് വലിയ മാതൃക. അതിനെ തരണം ചെയ്തു എന്നുള്ളതാണ് സംഭവം. ശരിയാണ്. 950 കൊല്ലം ഉണ്ടായതുകൊണ്ട് അതിൻ്റെ അടിയിൽ ദീർഘകാലം ഒരുപാട് ക്ലേശങ്ങൾ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അനുഭവിച്ചു. 900. എന്നാൽ അതേപോലെ ഒരു 10-13 കൊല്ലത്തിന്റെ ഇടയിൽ തന്നെ അതൊക്കെ കൂടി ആർക്ക് കിട്ടിയിട്ടുണ്ട്? നബിതങ്ങൾ കിട്ടിയിട്ടുണ്ട്. 950 കൊല്ലത്തോളം നൂഹ് നബി അലൈഹിസ്സലാം എന്തൊക്കെ സഹിച്ചു. മക്ക ജീവിതത്തിൽ മാത്രം 40 വയസ്സ് മുതൽ 53 വരെ ഹിജ്റ കാലഘട്ടം, ഹിജ്റ പോകുന്നതിന്റെ ഇടയിൽ ആ കാലത്ത് തന്നെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അത്രത്തോളം തരണം ചെയ്തു എന്നാണ്. അപ്പൊ ആർക്കാണ് സ്ഥാനം എന്നാണ് പറയുന്നത്. ഇനി നോക്കൂ, മഹാനായ ഇബ്രാഹിം നബിയെ പറ്റി പറയുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിനെ പറ്റി പറയുന്നത് അദ്ദേഹം സാഹിബു ഖറം, അള്ളാഹുവിന്റെ വലിയ ആദരവിന് ഉടമയായ ആളാണ്. അവിടെ ഖലീലുല്ലാ എന്ന് പറഞ്ഞേ അതിന് അത് ആർക്ക് കൊടുത്തു? അതിനേക്കാൾ കൊടുത്തു ആർക്ക്? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. കാരണം അവിടെ ഖലീൽ എന്നുള്ള പദവിയാണ് കൊടുത്തേച്ചെങ്കിൽ ഹബീബ് എന്നുള്ള പദവിയാണ് കുറച്ചും കൂടി മുകളിലുള്ളതാണ് ആർക്ക് കൊടുത്തത്? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുത്തത്. ഇനി നോക്കൂ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറ്റി അദ്ദേഹം അള്ളാന്റെ മാർഗത്തിൽ വലിയ സമരം ചെയ്തു എന്ന് പറയുന്നു. അത് വെച്ച് നോക്കുമ്പോൾ ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയാണ്, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർബന്ധിത ഘട്ടത്തിൽ അനവധി യുദ്ധങ്ങൾക്ക് നേതൃത്വം കൊടുത്തു. മുന്നിൽ നിന്ന് നേതൃത്വം കൊടുക്കുക. ഇന്നത്തെ പോലല്ല. ഇന്ന് നേതൃത്വം കൊടുക്കുന്ന ഭരണാധികാരികളും ആളുകളൊക്കെ ഒരു ഫുൾ സുരക്ഷയിലേക്കാണ്. ഒരു കാര്യമായി യാതൊരു കുഴപ്പവും പറ്റാത്ത കേന്ദ്രങ്ങളിൽ അവിടുന്ന് നിയന്ത്രിക്കുകയാണ്. ഇതങ്ങനെയല്ല. ഇത് നേരെ മുന്നിൽ നിന്ന് നേതൃത്വം കൊടുക്കാൻ. കണ്ടാ പല്ല് പൊട്ടിയതും നെറ്റി പൊട്ടിയതും സംഭവങ്ങളൊക്കെ വരാനുള്ള കാരണം അതാണ്. ഇനി നോക്കൂ, 3 പ്രവാചകന്മാരെ പറ്റി പറഞ്ഞു. 1 ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം, 2 യാക്കൂബ് നബി അലൈഹിസ്സലാം, 3 അയ്യൂബ് നബി അലൈഹിസ്സലാം. ഈ 3 പേർക്കുള്ള സ്ഥാനം പറയുന്നത്, അവരെ പറ്റി പറയുന്നത് എന്തറിയോ? അസ്ഹാബുസ് സ്വബിരി അലൽ ബലാഗ്. വല്ല വിപത്തുകൾ വന്നപ്പോ വല്ലാതെ ക്ഷമിച്ച കൂട്ടര്. എല്ലാ പ്രവാചകന്മാർക്കും ക്ഷമയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഇവർ ഈ 3 പേര്, ഇസ്ഹാഖ് നബിയും യാക്കൂബ് നബിയും അയ്യൂബ് നബിയും ഈ വിഷയത്തിൽ അറിയപ്പെട്ടവരാകുന്നു. ശരിയാണ്. അയ്യൂബ് നബിന്റെ ഒക്കെ രോഗവും കാര്യങ്ങള്, അതുപോലെ തന്നെ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമൊക്കെ ജീവിതത്തിൽ സഹിച്ചല്ലേ യൂസുഫ് നബിയുടെ തിരോധാനം കാരണമൊക്കെ. അങ്ങനെ അവർ കൈക്കൊണ്ട ക്ഷമ, അതിനേക്കാൾ വലിയ ക്ഷമ ആർക്കുണ്ടായി? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടായി. ആ ത്വായിഫിന്നേ മക്കത്ത് ഇങ്ങനെ വലിയ പ്രയാസം വന്ന ത്വായിഫിൽ കുറച്ച് കുടുംബക്കാരുണ്ട് എന്ന് കരുതിയിട്ടാണ് ചുരം കയറിയത്. ഇപ്പോൾ നമുക്ക് അവിടെ പോയാൽ കാണാൻ കല്ല് നിൽക്കുന്നുണ്ട്. അന്ന് മുത്തുനബിയുടെ മേലേക്ക് ഉരുട്ടിയ കല്ലാണത്. അവിടെ കാണാം. ത്വായിഫിൽ പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. ആ കല്ല് അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട് അവിടെ. അന്ന് എത്ര സഹിച്ചു പറയുന്നത്. രക്ഷ കിട്ടുന്ന കരുതി പോയതാണ്. ഇവർ ആക്രമിച്ചു എന്ന് മാത്രമല്ല, അന്ന് അള്ളാന്റെ തിരുദൂതരുടെ ചെരുപ്പമ്മക്ക് ചോര ഇങ്ങനെ ഇറങ്ങി വന്നു. തോലിന്റെ മേലെ നൊരിച്ച ചോര. അത്രത്തോളം പ്രയാസപ്പെട്ടു. എടുത്തെറിഞ്ഞു ഒരിക്കൽ. അവിടെ തന്നെ അവര് ചെറിയ കുട്ടികളെ വിട്ട് കൂക്കി വിളിപ്പിച്ചു, വഷളാക്കുക, കല്ലെടുത്തെറിയിപ്പിക്കുക. അങ്ങനെ അപമാനിച്ചു. അപ്പോ ഈ പ്രവാചകന്മാര് ഒക്കെ സഹിച്ചതിലേറെ ഒന്നും നല്ല ക്ഷമയി കൊണ്ടുവന്നാണ്. അതുകൊണ്ടല്ലേ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നിട്ടേ ഇവരെ നശിപ്പിക്കാൻ അള്ളാന്റെ അനുമതി ഉണ്ട്, നിങ്ങളെ സമ്മതം വേണമെന്ന് പറഞ്ഞപ്പോ എന്താ പറഞ്ഞത്? അവിടെയാണ് ആ ക്ഷമ ഉണ്ട്. അത് വേണ്ട. സംഗതി ഇവര് മോശക്കാരനെയാണ്. പക്ഷെ ഇവരെ കുട്ടികളിൽ ഒരു പക്ഷെ നല്ല ആൾക്കാരുണ്ടാകാൻ സാധ്യതയുണ്ട്. ഇവരുടെ മുതുകില് ഇവരിലൂടെ, ഇവരുടെ ബീജങ്ങളിലൂടെ നല്ല കുട്ടികൾ വരാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് അവർക്ക് അനുകൂലമായിട്ട് ഇത് വരക്കണം. അല്ലാഹുമ്മ ഗ്ഫിർ ലി ഖൗമി ഫഇന്നഹും ലാ യഅലമൂൻ. 5
അപ്പോൾ 3 പ്രവാചകന്മാരെ ക്ഷമയെ പറ്റി പറയട്ടെ. ഇനി 2 പ്രവാചകന്മാരെ വേറെ പറയുന്നത് ദാവൂദ് നബിയും സയ്യിദുനാ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമും. അവരെ പറ്റി പറയുന്നത് അസ്ഹാബു ശുക്രി അലൻ നിഅം, അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യുന്ന വിഷയത്തിൽ വളരെ മുന്നിലേനോല്. അത് ശരിയാണ്, വളരെ യോജിപ്പുണ്ടല്ലോ. കാരണം സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മൊത്തം അധികാരം കൊടുത്തു, ഭയങ്കര സെറ്റപ്പായിരുന്നു. ധാരാളം ആസ്തി കൊടുത്തു അദ്ദേഹത്തിന് മുതല്. എന്നാലോ അതിലൊക്കെ ഒരു നന്ദി ചെയ്തു അള്ളാഹ്. അവിടെയാണ് അത് കിടക്കുന്നത്. അള്ളാഹ്ക്ക് ശുക്ർ ചെയ്തു. ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനിക്ക് അള്ളാഹു സമ്പത്ത് കൊടുത്തു. അതുപോലെ തന്നെ പിന്നെ അള്ളാഹു അദ്ദേഹത്തിന് പ്രവാചകത്വം കൊടുത്തു, ഒക്കെ കൊടുത്തു. അള്ളാഹുവിനിക്ക് നല്ലോണം നന്ദി ചെയ്തു. നമ്മളിപ്പോൾ സാധാരണ അള്ളാഹുവിന്റെ വലിയൊരു അനുഗ്രഹമായിട്ട് നമ്മൾ കാണുന്നത് എന്താ? മുതലാളോ. അള്ളാഹിന്റെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ മൊത്തം 100 അനുഗ്രഹമാണ് മൊത്തം അള്ളാഹു താല കണക്കാക്കിയത്. 100 എന്നെഴുതും നമ്മൾ, ചെറിയൊരു സംഖ്യയാണ് അല്ലേ? എന്നാൽ ഈ പ്രപഞ്ചത്തിൽ ഇന്ന് മൊത്തം മനുഷ്യരും മറ്റും മൊത്തത്തിൽ ഉപയോഗിക്കുന്ന എന്തൊക്കെ നിയമത്ത് ഇവിടെ ഉണ്ടോ അത് ആ 100ൽ 1 മാത്രമാണ്. ആ 1ന്റെ അപ്പുറത്ത് കഴിഞ്ഞിട്ട് കിട്ടാനുമില്ല. അതന്നെ വളരെ വിപുലാണ്. 99 അവിടെ കിടക്കുകയാണ്. ഹദീസിലുള്ള അളവ് നിങ്ങൾ നോക്കിപ്പോ. ഇപ്പൊ നമ്മളിപ്പോ ഒന്നും വേണ്ട, അനുഗ്രഹം തന്നെ ഇപ്പോ നബിതങ്ങൾ പ്രത്യേകം എണ്ണി പറഞ്ഞാണ് ആ കൂട്ടത്തിൽ വീട്. അള്ളാഹു ഭൂമിയിൽ നമുക്ക് നൽകുന്ന ഒരു അനുഗ്രഹമാണ് എന്ത്? താമസിക്കാനൊരു വീട്. നിങ്ങളിപ്പോ ചില വീടുകൾ ഇങ്ങനെ ചിന്തിച്ചു നോക്കി, ആ വീടിന്റെ റോട്ടിൽ നിന്ന് ഇങ്ങനെ നോക്കിയാൽ തന്നെ അതിന്റെ മതില് ഒരു 2, 3, 4 ആള് ഉയരത്തിലൊക്കെ ഗേറ്റുള്ള വീടുകളുണ്ട്. ഓട്ടോമാറ്റിക് സിസ്റ്റേക്കാരം ആ വീടിന്റെ ഗേറ്റ് അങ്ങനെ തുറക്കപ്പെട്ടാല് പിന്നെ നമ്മളങ്ങനെ നോക്കിയാൽ ചെരുപ്പിട്ട് കയറാൻ പറ്റുമെന്ന് ഇങ്ങനെ ഒന്ന് ആലോചിക്കും. അത്ര ചുരുക്കുള്ള മുറ്റം. ഇനി അവിടെ ഒരുക്കിയ പൂന്തോട്ടങ്ങളും സ്വിമ്മിംഗ് പൂളും ഒക്കെ കണ്ടാല് ഇനി അതിന്റെ ഉള്ളിൽ കയറിയാലോ ഒരു സ്വീകരണ റൂമിൽ ഒരുക്കിയ അറേഞ്ച്മെന്റുകൾ, അവിടുത്തെ ലൈറ്റ് അറേഞ്ച്മെന്റുകൾ, അവിടെയുള്ള ഒടുക്കിയ ഇരിപ്പിടങ്ങള്, ഇനി അങ്ങനെ ഓരോ റൂമുകളും, അങ്ങനെ വലിയ വലിയ വീടുകൾ. നമ്മുടെ മലപ്പുറം ജില്ലയിൽ തന്നെ ഉണ്ടല്ലോ വലിയ വീടുകൾ. അതിന്റെ വീഡിയോസുകളൊക്കെ കാണാലോ. കൊട്ടാരം എന്ന് പറഞ്ഞാല് പണ്ടത്തെ കാലത്തെ രാജാക്കന്മാരെ കൊട്ടാരത്തെ വെല്ലുന്ന രൂപത്തിൽ ഭയങ്കര സെറ്റപ്പ്. അങ്ങനെ എത്ര ലോകത്ത്. ഇനി പ്രകൃതിയിൽ നമ്മൾ കാണുന്ന അനുഗ്രഹങ്ങൾ എത്രയാണ് അതൊന്ന് കൂട്ടിയോക്കി. അള്ളാഹു നമുക്ക് നൽകുന്ന പഴങ്ങളും പച്ചക്കറികളും ധാന്യങ്ങളും. ഒരു നല്ലൊരു ഫ്രൂട്ട്സ് കട കണ്ടാൽ തന്നെ അല്ലേ നമ്മുടെ കമ്മിയാണ്, ലേറ്റ് അല്ല. പക്ഷെ നമ്മൾ അറബ് ലോകത്തൊക്കെ പോയാൽ ഫ്രൂട്ട്സ് കടയിൽ ഇങ്ങനെ ഫ്രൂട്ട്സ് കൊണ്ട് ഇങ്ങനെ ഒരു മാലുണ്ടാക്കിയിട്ട് കണ്ടാണ്ടല്ലോ എത്ര റിസ്ക് ഇതിന്റെ പിന്നിലുണ്ട്. തിന്നണ്ട, കണ്ടാൽ തന്നെ വളരെ ഒരു ഫോട്ടോ എടുത്ത് പോന്നാൽ തന്നെ ഇതൊക്കെ അനുഗ്രഹമല്ലേ. ഇതൊക്കെ ആ 100ൽ 1 ആയിട്ടുള്ളൂ. ഇനി എത്ര വരാൻ, എത്ര കഴിഞ്ഞു. അപ്പോ 99 ബാക്കി കിടക്കേണ്ട എത്ര വിപുലീകരണം. എന്നാൽ എനിക്ക് ഒരുപാട് ശാഖകളും ഉപശാഖകളൊക്കെ ഉണ്ട്. ഒരു ഹദീസിലുണ്ട്, അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് അതിന്റെ 300 കവാടങ്ങൾ ശഅബാൻ മാസത്തിലേക്ക് ഭൂമിക്ക് തുറക്കുന്ന. അപ്പൊ ഇതിലല്ലേ നമ്മള് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളുടെ 300 വാതിലുകൾ എവിടേക്ക് തുറക്കും? ഇവിടെ തുറക്കും 300 കവാടങ്ങൾ. ഇൻഷാ അല്ലാഹ് വല്ലാതെ തുറക്കുന്ന ദിവസമാണിത്. അടുത്ത വെള്ളിയാഴ്ച. അതിന്റെ അടിയിലൊന്ന് പറയാം. അടുത്ത വെള്ളിയാഴ്ച പറഞ്ഞാല് ശഅബാൻ 14. അപ്പൊ ശഅബാൻ 15ന്റെ രാവാണത്, ബറാഅത്ത് രാവ്, ലൈലത്തുൽ ബറാഅ. അതുപോലെ തന്നെ പിന്നെ ലൈലത്തു സ്വഖ്, ലൈലത്തു മുബാറക, ലൈലത്തുർ റഹ്മ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന വിശിഷ്ടമായ ഒരു രാവ്. അത് നമ്മൾ ഈ ആയത്തിന്റെ ലാസ്റ്റ് വരുന്ന ആയത്തിൽ ഞാൻ പറയാം. അപ്പോ പിന്നെ ദാവൂദ് നബിയും സുലൈമാൻ നബിയും അറിയപ്പെട്ടത് അള്ളാഹ് പോലും നല്ലോണം ശുക്ർ ചെയ്തു. നല്ലോണം ശുക്ർ ചെയ്തു. അത് നബിയിലേക്ക് എടുത്ത ചോദ്യ ശുക്രിന്റെ വിഷയത്തിൽ അവരെ കടത്തി വെട്ടിയാല് അഷ്റഫുൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ നബിതങ്ങൾ ദരിദ്രനായിരുന്നു, പക്ഷെ ധന്യനായിരുന്നു, ഒരു കുറവും വരുത്തിയില്ല.
അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞല്ലോ, അലം യജിദക യതീമൻ ഫആവാ വവജദക ളാല്ലൻ ഫഹദാ. പിന്നെ പറയുന്നെന്താ, വവജദക ആയിലൻ ഫഅഗ്നാ. നബിയെ, അങ്ങേ അല്ലാഹു ഒരു ദരിദ്രനായിട്ട് കണ്ടെത്തിക്കുകയും എന്നിട്ട് അങ്ങയെ ഐശ്വര്യവാനാക്കുകയും ചെയ്തില്ലേ. ധന്യത നൽകിയെന്ന്. പണമൊന്നുമില്ലേന്, പക്ഷെ നല്ലോണം കൊടുത്തു, ആവശ്യത്തിന് കൊടുത്തു, എവിടെ ഒരു കുറവ് വരുത്തിയില്ല, നല്ലോണം നന്ദി ചെയ്തു. അതുകൊണ്ടാണ് ഒരു ദിവസം ആയിഷ റളിയല്ലാഹുവിനോട് നബി തങ്ങൾ ചോദിക്കുകയാണ്, ആയിഷ, ഇന്ന് നിന്റെ ദിനമാണ് എന്ന് പറഞ്ഞാൽ ഓരോ ദിവസം ഓരോ ഭാര്യമാരെടുത്ത, ഇന്ന് നീ സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഇന്നത്തെ രാത്രി മുഴുവനും ഇബാദത്തിൽ മുഴുവൻ. പക്ഷെ എൻ്റെ സമ്മതം വേണം. നോക്കൂ, വല്ലാത്തൊരു ലാളിത്യരെ. ഭാര്യക്കുള്ള ഹക്ക് ഭാര്യക്ക് കൊടുക്കണമല്ലോ. ഓരോ ദിവസം ഓരോ ഭാര്യമാരുമ്പോൾ ആയിഷാ ബീവിന്റെ അടുത്തുള്ള ദിവസം ആയിഷാ ബീവിന്റെ ദിനാണ്. അപ്പൊ നിഷ്കളങ്കമായി ചോദിക്കുകയാണ്, ഇജ്ജ് സമ്മതിക്കുകയാണ്, ഇന്ന് ഞാൻ ഫുള്ള് ഇബാദത്തിലേക്കാണ്, ഇല്ലെങ്കിൽ എൻ്റെ ഒപ്പം കിടക്കേണ്ടിയിരുന്നു. അപ്പൊ ആയിഷാ ബീവി പറയാം, ഞങ്ങൾ ഇബാദത്തിൽ മുഴുകിക്കോളി നബിയാണ്. അപ്പൊ നബി തങ്ങൾ ഇബാദത്തിൽ മുഴുകി. അങ്ങനെ പിന്നെ നമ്മൾ പറയല്ലോ, ഓന് വെറും ദിക്റുദാണ്, കുറെ നിസ്കരിക്കുന്നു, കുറെ നബി തങ്ങൾ ഓതുന്നു. അങ്ങനെ ആ സുബഹിയോടടുത്തപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആലി ഇമ്രാന്റെ ലാസ്റ്റ് ഇങ്ങനെ ഓതി കരയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ എഴുന്നേറ്റിട്ട് ചെന്ന് ചോദിച്ചു, അത്രേ നബിയെ, എന്തിനാ നിങ്ങൾ ഇങ്ങനെ പ്രയാസപ്പെടുന്നത്? തീരെ ഉറങ്ങിയിട്ടില്ല. ആയിഷ ബീവി കുറച്ച് ഉറങ്ങി. എന്നിട്ടുണ്ടല്ലോ സുബൈ, നമ്മളറിയില്ലേ, മൂപ്പർക്കൊരു കട്ടൻ ചായ ഉണ്ടാക്കി കൊടുക്കണം എന്നൊക്കെ പറയല്ലോ. പാവം ആയിഷ റളിയല്ലാഹു അൻഹ ചെല്ലുമ്പോ റസൂലുള്ളാഹിന്റെ കാല് പൊട്ടിയിട്ടുണ്ട്, കാൽപ്പാദം പൊട്ടിയത്രേ. അപ്പൊ ചോദിക്കാൻ, നിങ്ങൾ എന്തിനാണ് ഇത്ര ഇടങ്ങാറാണ്ട് നബിയെ? കാരണം ഒരു തെറ്റ് ഇല്ലല്ലോ, പിന്നെ എന്തിനാണ് ഇങ്ങനെ? അപ്പൊ നബി തങ്ങൾ പറഞ്ഞെന്താ അറിയോ, യാ ആയിഷ അഫലാ കൂനു അബ്ദൻ ശകൂറാ, ഞാൻ അള്ളാഹ്ക്ക് നന്ദി ചെയ്യുന്ന ഒരു അടിമ ആകണ്ട ആയിഷ. ഞാൻ നോക്കി, സുലൈമാൻ നബിയും ദാവൂദ് നബിയും അസ്ഹാബു ശുക്രിന്റെ ആളുകളാണ്, ഓല് നന്ദി ചെയ്യേണ്ട ആൾക്കാരാണ്. അവരെ കടത്തിവെട്ടി, ഞാൻ അള്ളാഹ്ക്ക് നന്ദി ചെയ്യുന്നൊരടിമാകണ്ട, എനിക്കിതൊക്കെ പഠിച്ചവൻ ചെയ്തെന്നില്ലേ, അതിന് പകരം. അപ്പൊ ഓരോ ചോസവും അതിന് മാറ്റിവെച്ചാലും പകരം ആവൂല, എന്നാലും മാക്സിമം നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ ദാവൂദ് നബിയുടെയും അതുപോലെ തന്നെ സുലൈമാൻ നബിയുടെയും മാതൃക. ഇനി നോക്കൂ, യൂസുഫ് നബിയെ പറ്റി പറഞ്ഞെടുത്ത് സബറും ശുക്റും ഒരേ സമയത്ത് ഒരുമിച്ച് കൂട്ടിയാളെന്നാ പറയുന്നത്. അത് ശരിയാണ്. മൂപ്പർക്ക് ഭയങ്കര പരീക്ഷണം വന്നു ഒരു കാലത്ത്, രണ്ടും കൂടി ഒരേ സമയത്ത്. അതായത് യൂസുഫ് നബിയെ പറ്റി നമ്മൾ ആ കഥയിൽ പറഞ്ഞതാണ്. ചെറുപ്പത്തിൽ ഒരുപാട് ത്യാഗം സഹിച്ചു, ഒരുപാട് പൊട്ടങ്കണ്ടിൽ കടന്നു, സ്വന്തം സഹോദരങ്ങളാൽ മർദ്ദിക്കപ്പെട്ടു, സ്വന്തം ആളുകളാൽ പിന്നെ അതേപോലെ തന്നെ അടിമച്ചന്തയിലെത്തേണ്ടി വന്നു, കൊട്ടാരത്തിലെത്തി, പിന്നെ ജയിലിൽ കിടക്കേണ്ടി വന്നു. പിന്നെ അദ്ദേഹം ചരിത്രത്തിൽ അറിയപ്പെട്ട ഭരണാധികാരിയായി മാറി. പിന്നെ എല്ലാവരും മൂപ്പര് അംഗീകരിച്ചു. ആദ്യം കുറെ ഇടങ്ങേറായി, അപ്പൊ നല്ലോണം ക്ഷമിച്ചു. പിന്നെ എല്ലാം പഠിച്ചവൻ കൊടുത്തു, അപ്പൊ നല്ലോണം ശുക്ർ ചെയ്തു. ആ ശുക്രോണ്ടാണ് മൂപ്പര് വിട്ടുവീഴ്ച ചെയ്ത്, അല്ലെ? സ്വന്തം തന്നെ പീഡിപ്പിച്ച പ്രയാസപ്പെടുത്തിയ ജ്യേഷ്ഠന്മാര് ഒക്കെ എല്ലാരും മുന്നിലെത്തുമ്പോ അവർക്ക് പ്രതികാരം ചെയ്യാമായിരുന്നു. മൂപ്പര് പറഞ്ഞെന്താ, തസ്രീബാലയിക്കുമില്ലാവോ, ഇന്ന് നിങ്ങളുടെ മേലില് ഒരു പ്രതികാരവും ഇല്ല, പേടിച്ചോ കേട്ടോ. അള്ളാഹ്ക്കാണ് നന്ദി ചെയ്തു. യൂസുഫ് സൂറത്തിലെ ലാസ്റ്റ് 111 ആയത്തില് അവസാനം പറയുന്നുണ്ടല്ലോ, ഈ അധികാരത്തെ റബ്ബേ നീ തന്നതാണ്, ഒരു അഹങ്കാരവും ഇല്ല, അതൊക്കെ തിരിച്ചു പിടിക്കാൻ എനിക്കും കഴിയുന്നു. നന്ദി ചെയ്യുന്നവരിൽ ഉൾപ്പെടുത്താൻ വേണ്ടി അദ്ദേഹം ദുആയിരുന്നു എന്നാണ്. രണ്ടും ഇത് നേരെ നബിയിലേക്ക് വെച്ച് നോക്കി നിങ്ങൾ. അതിനേക്കാള് ഒരു സമയത്ത് പ്രയാസം തിരുദൂതർക്ക് വന്നു, പിന്നെ നല്ല റാഹത്തായ അവസ്ഥയും വന്നു. സബറും ഉണ്ടായി, ശുക്റും ഉണ്ടായി. 50-50 ഈമാന്റെ പകുതിയാണത്. കാരണം ഈമാന്റെ പകുതി സബറാണെങ്കിൽ അടുത്ത പകുതി ശുക്റുവാണ്. ഒരു മോമിന് രണ്ടും വേണമെന്നുള്ളതാണ്, രണ്ടും ഒരേപോലെ വേണമെന്നാണ്. ഇനി നോക്കൂ, പിന്നെ പറയുന്നത് മഹാനായ മൂസാ നബിയെ പറ്റിയാണ്. മൂസാ നബിയെ പറ്റി പ്രത്യേകം പറയുന്ന എന്താ, നിങ്ങള് അദ്ദേഹം സ്വാഹിബു ശരീഅ, ശരീഅത്തിന്റെ ആള് എന്നാണ്. അത് പറയാൻ കാരണം എന്താ അറിയോ, മുൻഗാമികളായ പല പിന്നെ ആളുകൾക്കും ഈ കർമ്മങ്ങൾ ചുരുക്കിയിട്ടുണ്ട് പലർക്കും. എന്നാൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അങ്ങനല്ല. പ്രത്യക്ഷത്തില് ജീവിതത്തില് അവര് ചെയ്യേണ്ട ഒട്ടേറെ കാര്യങ്ങൾ, ശരീഅത്തിന്റെ നിയമങ്ങൾ പ്രത്യേകം തൗറാത്തിലൂടെ പരാമർശിക്കുന്നുണ്ട്. അതിലേറെ വിപുലമായിട്ടാണ് അൽഹംദുലില്ലാഹ് നമുക്ക് കിട്ടിയത് ശരീഅത്തിന്റെ കാര്യങ്ങൾ. അല്ലാതെ അള്ളാഹ് തന്നെ വിശ്വസിച്ചാൽ പോരെ നമുക്ക്. ആ വിശ്വാസത്തിനനുസരിച്ച് ഒരുപാട് അമലുകൾ എന്ത് ഇതിൻ്റെ ഒരു പട്ടിക. ഒരുപാട് ആ അമലുകളിൽ ചിലത് നിർബന്ധമായിരിക്കും, ചിലത് സുന്നത്തായിരിക്കും.
അരുത് എന്ന് പറഞ്ഞത് ചിലത് കർശന നിയമമായിരിക്കും, അതായത് ഹറാമായിരിക്കും. ചിലത് ഒടിവാക്കൽ നല്ലതായിരിക്കും, കറാഹത്ത്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പൊ ആ നിലക്ക് നോക്കുമ്പോഴും ഒരു പടി മൂസാ നബിയേക്കാൾ നമ്മൾ മുന്നിലാണ്. ഇത് നോക്കൂ, സക്കരിയ നബി, യഹ്യാ നബി, ഈസാ നബി, ഇല്യാസ് നബി അലൈഹിമുസ്സലാം, ഈ 4 പ്രവാചകന്മാരെ പറ്റി പറയുന്നത് അസ്ഹാബുസ് സുഹദി ഫിദ്ദുനിയാ, അവർ ഐഹിക ലോകത്ത് അവര് പ്രപഞ്ച ത്യാഗികളായിരുന്നു. സുഹദ് എന്ന് പറഞ്ഞ പരിത്യാഗി എന്നാണ്. സാഹിദ് പറഞ്ഞാല് പരിത്യാഗി, സുഹദ് പറഞ്ഞ പരിത്യാഗം. സുഹദ് അതിന്റെ ആളുകളായിരുന്നു അവരെന്നാണ്. സക്കരിയ നബിയുടെ ചരിത്രത്തിൽ കാണാം, വിപുലമായ സംവിധാനങ്ങളൊന്നുമില്ല, തർത്തീബുകളൊന്നുമില്ല, അങ്ങനെ കഴിഞ്ഞു പോണം. അതേ രീതിയാണ് അദ്ദേഹത്തിന്റെ മോന് യഹ്യാ നബിയും സ്വീകരിച്ചത്. ഒരു 2 പേരും ശത്രുക്കളാൽ കൊല്ലപ്പെട്ടു. ഈസാ നബിയും അതേ നിലപാട് സ്വീകരിച്ച ആളാണ്, ദരിദ്രനായിരുന്നു. ഇല്യാസ് നബി, കൂടുതലൊന്നും ചർച്ച നമുക്ക് ഖുർആനിൽ കാണാൻ കഴിയില്ല ഇല്യാസ് നബിയെ പറ്റി. മൂപ്പരും അങ്ങനെ ആയിരുന്നു. നമ്മളെ നബീനെ അടുത്ത് നോക്കി, നബി തങ്ങളുടെ ഇതെന്തേനു? നബി തങ്ങൾ കൂടുതൽ വേണമെന്ന് ചോദിച്ചത് ഇൽമിനെ പറ്റി മാത്രമാണ്. അത് ഖുർആൻ പറഞ്ഞു ചെയ്തു, എന്ത്? എനിക്ക് ഇൽമിനെ ഏറ്റിത്തരണമേ, അങ്ങനെ നിങ്ങൾ ചോദിച്ചോളി നബിയെ. അത് നല്ലോണം ചോദിച്ചു. മറ്റുള്ള കാര്യത്തിൽ നബി തങ്ങൾ ദ്വാരുന്നത് ഇങ്ങനെയാണ്: അല്ലാഹുമ്മ അഹീനി മിസ്കീന വ അമിത്നി മിസ്കീന, എന്നെ ഒരു ദരിദ്രനായിട്ട് ജീവിപ്പിക്കുകയും ഒരു ദരിദ്രനായി മരിപ്പിക്കുകയും ചെയ്യണമേ. അങ്ങനെ ദ്വാരുന്നത് അങ്ങനെ തന്നെ അല്ലോ. അതിൽ പോകുമ്പോ ആയിഷ റളിയല്ലാഹു അൻഹക്ക് ഭാര്യമാർക്ക് ഇത്രയെന്ന് പറഞ്ഞ ഓരിയൊക്കെ ഒന്നുമില്ല. ഫാത്തിമ ബീവിക്ക് മോൾക്ക് നബിതങ്ങളുടെ ശേഷിപ്പൊന്നുമില്ലാത്തൊരവസ്ഥ. ഇന്നൊരു ദരിദ്രനായിട്ട് ജീവിച്ച് ഒരു ദരിദ്രനായിട്ട് മരിപ്പിക്കണേ. അപ്പൊ ഈ 4 പ്രവാചകന്മാര് ഉണ്ടല്ലോ, അവർ പരിത്യാഗികളായിരുന്നു. അവരെയും കടത്തി വെട്ടിയിട്ടാണ് തിരുദൂതർ എന്ത് ചെയ്ത്? വേണമെങ്കിൽ ഉണ്ടാക്കായിരുന്നു. എന്തൊക്കെ സ്വാധീനിക്കാം, ആരൊക്കെ സ്വാധീനിക്കാം, ആ സ്വാധീനം ഉപയോഗപ്പെടുത്താം അല്ലേ? ആ സ്വാധീനം ഉപയോഗപ്പെടുത്താലോ വേണമെങ്കിൽ. പക്ഷെ എന്ത് ചെയ്തില്ല? അത് ചെയ്തില്ല. കാരണം അതിന്റെ അർത്ഥം എന്തല്ല, എല്ലാവരും പിന്നെ സമ്പത്ത് ഒഴിവാക്കണം എന്നല്ലോ കേട്ടോ. പ്രവാചകന്മാർക്ക് കൊടുത്തല്ലോ, 2ലും മാതൃക ഉണ്ട്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വീകരിച്ചത് കുറെ തെറ്റിദ്ധാരണകളും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആ മാർഗമാണ് സ്വീകരിച്ചതെന്നാണ്. ആ മാർഗം സ്വീകരിച്ചത്. അങ്ങനെ സ്വീകരിച്ച ഒരുപാട് ആളുകളുണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ ഓരോരോ ഹിതം പോലെയാണ്. തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാനും മറ്റും ചിലപ്പോൾ നമുക്ക് ഈ ദുനിയാവിൽ കുറേ നഷ്ടങ്ങൾ വരും, എന്നാലും അതുകൊണ്ട് ഒരുപാട് നേട്ടങ്ങളുണ്ടാവും. അപ്പൊ ആ നിലക്ക് നോക്കുമ്പോൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ 4 സക്കരിയ നബിയും യഹ്യാ നബിയും ഈസാ നബിയും ഇല്യാസ് നബിയും സ്വീകരിച്ച നിലപാട് അതിനേക്കാൾ കുറച്ച് മികച്ചു നിന്നു എന്നുള്ളതാണ്. എന്നാ കമ്മി ഒന്നുമില്ല, അല്ലാഹു തആല അവർക്കൊക്കെ കൊടുത്തു. ഇത് നോക്കൂ, ഇസ്മായിൽ നബി അലൈഹിസ്സലാം, ഇസ്മായിൽ നബിയെ പറ്റി അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത പറയുന്നത്, അദ്ദേഹം സ്വാദിഖുൽ വഅദ്, അതിൽ അറിയപ്പെട്ട ആളാണ്. ഒരു വാക്ക് പറഞ്ഞ പ്രവാചകന്മാർക്ക് പാലിക്കുന്ന പോലെ തന്നെയാണ്. എന്നാലും ഉണ്ടല്ലോ മൂപ്പര് അതിൽ അറിയപ്പെട്ടു. ഇതിന്റെ കാരണം എന്താ? ഇസ്മായിൽ എന്ന കുട്ടിയോട് വാപ്പ പറയാം, മോനെ ഇന്നി അറാഫിൽ മനാമി അന്നി അദ്ബഹുക, അന്നെ അറുക്കണമെന്ന് ഞാൻ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട്. ഫൻദുർ മാദാ തറ, എന്താ മോനെ എന്റെ അഭിപ്രായം? അപ്പൊ ഈ കുട്ടി പറഞ്ഞെന്താ? യാ അബതി ഫഅൽ മാ തുമർ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. ഓ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അല്ലാഹ് പറഞ്ഞ പോലെ ചെയ്തോളി, ഇൻഷാ അല്ലാഹ് നിങ്ങൾ എന്നെ ക്ഷമാശീലരിൽ കാണുന്നതാണ്. അതാണ് അദ്ദേഹത്തിന്റെ വാഗ്ദാനം കേട്ടോ. ഞാൻ ക്ഷമിക്കും, വാക്ക് മാറ്റിയില്ല. നമ്മൾ കുട്ടികളൊക്കെ ചിലപ്പോഴേ കുട്ടികൾ ഇപ്പൊ ഇത്ര വയസ്സിൽ ഞാൻ എന്നെ സ്ഥാപനത്തിൽ കൊണ്ടാക്കൂട്ടെന്നൊക്കെ പറഞ്ഞാൽ ആ സമയമാകുമ്പോൾ പറയും, നോക്കി ഞാൻ കുറെ വലുതേക്കണം, ഇനി ഞാൻ പോകുക എന്നാല് വാക്ക് മാറി. നിങ്ങൾ ചിലപ്പോൾ പറയും, അത് 5ാം ക്ലാസ് പഠിക്കുന്ന കുട്ടീനോട് പറയണം, നോക്കെ ഉപ്പാൻ്റെ കുട്ടിയുടെ ഡോക്ടർ ആകണം കേട്ടോ. ഞാൻ ഇന്നലെ ആ ഡോക്ടറെ അടുത്ത് പോയിട്ട് അയാളെ സ്വഭാവം തീരെ ശരിയല്ല, ഇപ്പാൻ്റെ കുട്ടി ഞാൻ ഡോക്ടറാക്കണം, ഇനി എത്രയും ഞാൻ പൈസ ചെലവാക്കാൻ തയ്യാറാണ്. ഓക്കെ എന്നൊക്കെ പറഞ്ഞു. വലിയ കമ്പത്തിലേനു. പക്ഷേ SSLC കഴിഞ്ഞതിന് ശേഷം പറഞ്ഞപ്പോ എന്നെ കൊണ്ട് കയ്യും തോന്നില്ല, കൂട്ടിയാ കൂടുന്നു തോന്നില്ല. അവന് കുറച്ചുകൂടി അന്തം വെച്ചപ്പോ വന്നേരം തിരിച്ചു പറയുവാണ്. അങ്ങനെ ഉണ്ടാവും. വാക്കുമാറും ചിലപ്പോ. വലിയ വർത്താനൊക്കെ ആദ്യം പറയും, അധ്വാനിക്കാനാവൂലെന്നേ. അതാണ് വലിയ പ്രശ്നം. അതാണ് എന്നെ കൊണ്ട് കയ്യിലാറുണ്ട്. എന്നാ ഓൽക്കറിയാത്തൊരു വിഷയം ഉണ്ടാവില്ല.
അവിടെ അവനെ ആ വഖുർ റബ്ബി സിദ്നി ഇൽമ എന്ന് പറഞ്ഞുകൊടുത്തേ നബി തങ്ങളുടെ ദുആ ഉണ്ടല്ലോ അധികം ചോദിച്ച് SSLC പരീക്ഷ അടയ്ക്കാണ്. SSLC പരീക്ഷ നടക്കേണ്ട ടൈമാണ് ഇപ്പോൾ. അല്ല, അതിന് ഒരുക്കങ്ങൾ നടക്കുകയാണ്. മദ്രസയിലെ പൊതുപരീക്ഷ നടക്കേണ്ട ടൈമാണ്. ഒരുപാട് സ്ഥലത്ത് രക്ഷിതാക്കൾ നമ്മളോട് ദ്വാരക്കാൻ പറഞ്ഞു. അത് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. പരിഗണിക്കേണ്ടവരുണ്ട്, നല്ലോണം പരിഗണിക്കേണ്ടവരുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ച ജുമാൻ്റെ ദിവസം ഒരാൾ എന്നോട് പറഞ്ഞു, അയാൾ മലപ്പുറത്തെ വലിയൊരു സമ്പന്നനാണ്. പക്ഷെ അയാളെ എന്നോട് പറഞ്ഞേ, എൻ്റെ പിന്നെ കുട്ടി, എൻ്റെ മോള് 5ാം ക്ലാസ്സിൽ പൊതുപരീക്ഷയാണ്. ഇപ്പം 4 ദിവസമായി സ്കൂളിൽ പോയിട്ട് കയറി പൊതുപരീക്ഷയ്ക്ക് പഠിക്കാനാണോ. ഒരു ടീച്ചറോട് വിളിച്ച് പറഞ്ഞിരിക്കുകയാണ്, മദ്രസിൽ പബ്ലിക് പരീക്ഷയാണ്, കുറച്ച് ഉഷാറാക്കി പറഞ്ഞു കൊടുത്തതാണ്, അപ്പോൾ അതുകൊണ്ട് എനിക്ക് വരാൻ പറ്റില്ല. ഭയങ്കര പഠനം. അങ്ങനത്തെ കുട്ടികളുണ്ട്. നേരെ മറിച്ചോ രക്ഷിതാക്കൾക്ക് ഒരു കാഴ്ചപ്പാടില്ലാത്തതുണ്ട്. ഇപ്പോൾ 7ാം ക്ലാസ്സിലെ കുട്ടിക്ക് റേഞ്ചിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയിട്ട് റബീഉൽ അവ്വലിക്ക് സ്റ്റേജ് മേൽ സമ്മാനം കൊടുക്കുകയാണ്. അപ്പോഴാണ് വാപ്പ അറിയേണ്ടത്, ഈ ശാസ്ത്രീയക്കുണ്ട വാപ്പ അപ്പോൾ ഏന്ന് ഇത്രയൊക്കെ വാങ്ങിയോ. അടുത്തുള്ള ചോദിക്കാതെ എൻ്റെ കുട്ടിയല്ലേ, എൻ്റെ കുട്ടിയാണ്, ഓന് 7 ഫസ്റ്റ് ഉണ്ടല്ലേ. ഞാൻ അപ്പോഴാണ് അറിയണ്ടടാ, പെണ്ണുങ്ങൾക്ക് അതൊക്കെ അറിയുള്ളൂ. ഓളാണ് യോഗത്തിനൊക്കെ പോയാലും അറിയുള്ളൂ. എത്ര ആൾക്കാരുണ്ട് അങ്ങനെ, അറിയില്ല. നമ്മളെ കുട്ടികളായിട്ട് സംസാരിക്കണേ, അത് എന്ത് രസമാണ്. നമ്മളൊന്ന് സംസാരിക്കണം, അങ്ങനല്ലേ, അതല്ലേ അതിൻ്റെ രസം. ഒന്ന് ഒപ്പിരുന്നൊക്കെ ഒന്ന് ഭക്ഷണം കഴിക്കുക, ഒന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് കൂടി ആലോചിക്കുക, അന്ന് ചോദിക്കുക. പരീക്ഷയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഒന്ന് ചോദിക്കണം എങ്ങനെ ഉണ്ടേനൊന്ന്. ഇത് ഓനൊരു വൈക്കും നമ്മളൊരു വൈക്കും വയ്ക്കാറ്. അങ്ങനല്ല, കുട്ടികളായിട്ട് നല്ല നമ്മൾ ബന്ധപ്പെടണം. അല്ലെങ്കിൽ ഓലെന്ത് ചെയ്യുന്ന അറിയാം, കിട്ടാഞ്ഞാൽ ഓല് അത് കിട്ടാൻ വേറെ മാർഗം സ്വീകരിക്കും. കുറേയൊക്കെ നമുക്ക് ഈ സ്നേഹം കൊടുത്തിട്ട് കീഴടക്കുക എന്നുള്ളത് രണ്ട് കാര്യമാണ്. ഒന്ന് പട്ടാള ചിട്ട, അത് പാളും ചിലപ്പോൾ, അത് പാളും. സ്നേഹം കൊടുത്തിട്ടൊരു കീഴടക്കലുണ്ട്. അധ്യാപകരൊക്കെ ആ മാർഗം സ്വീകരിക്കലുണ്ട്. ഉസ്താദിൻ്റെ അടുത്തുനിന്ന് അല്ലെങ്കിൽ സാറിൻ്റെ അടുത്തുനിന്ന് കിട്ടേണ്ട ഇപ്പോഴുള്ള ആ സ്നേഹം ഉണ്ടല്ലോ, പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ അത് നഷ്ടപ്പെടുമോ എന്നുള്ളൊരു വേജാറ്. അത് വാപ്പാൻ്റെ ഉമ്മാൻ്റെ അടുത്ത് നടക്കട്ടെ. എല്ലാം വിജയിക്കൂല കേട്ടോ. കുട്ടികളെ ജാതി കുട്ടികളേക്കാരും അവനോട് ചിരിച്ചെടുത്താൽ അവൻ തരി കയറും, വല്ലാതെ ചോദിച്ചു കൊടുത്താൽ. അപ്പോൾ അതിനനുസരിച്ചൊക്കെ സ്ട്രോങ് ആക്കേണ്ടി വരും. എന്തായിരുന്നാലും നമ്മൾ ഈ മദ്രസൻ്റെ കാര്യത്തിൽ നല്ലോണം ഒന്ന് ശ്രദ്ധിക്കണം. കുട്ടികളിപ്പോൾ പരീക്ഷയ്ക്ക് എഴുതുകയാണ്, നമ്മൾ നല്ലോണം പ്രോത്സാഹിപ്പിക്കണം. അതുണ്ടെങ്കിലേ ബാക്കി എന്തുണ്ടായിട്ടും കാര്യമുള്ളൂ. അതിൽ കുറേ കാലം കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ആ കുട്ടികളെ കൊണ്ട് ഇടങ്ങാറാവും. എത്രയോ ആൾക്കാർ നമ്മളങ്ങനെ ദ്വാരക്കും കുട്ടികൾ ഉണ്ടാകാൻ, സ്വാലിഹീങ്ങളായ കുട്ടികളെ കിട്ടിയിട്ടേ കാര്യമുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഒരാൾ ചോദിച്ചതാണ്, എന്ത് മക്കൾ മരിക്കാൻ ദ്വാരക്കാൻ പറ്റുമോ തന്നെ. മക്കൾ മരിക്കാൻ ദ്വാരക്കേണ്ടതിന് കുഴപ്പമുണ്ടോ എന്നൊരു പാവം രക്ഷിതാവ് ചോദിച്ചതാ. എൻ്റെ മയ്യത്തോനെ കാണിച്ചു കൊടുക്കരുത് എന്ന് വസിയത്ത് ചെയ്തു പോയ പാപ്പാനെ എനിക്കറിയാം. ഞാൻ ആ മയ്യത്ത് അവിടെ ചെന്നാണ്. അപ്പം എന്നോട് അവിടുത്തെ സെക്രട്ടറി വിളിച്ചു, അവിടെ വരും, ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാവും, ഞാനിപ്പോൾ വല്ല മുതലിൻ്റെ വലിയ പ്രശ്നം ഉണ്ടാവോ, മയ്യത്തെടുത്തിട്ടില്ല. മൂപ്പര് വസിയത്തുണ്ടായിരുന്നു. അപ്പൻ്റെ മനസ്സിൽ വന്ന മൂപ്പര് ചിലപ്പോൾ പള്ളിയൊക്കെ എന്തെങ്കിലും കൊടുത്തിക്കുന്നതാണ്. അപ്പം എന്താ, ഈ ആകൊരു മകനാണല്ലോ, അതുകൊണ്ട് ഇങ്ങനെ അവിടെ ഒരു മുറ്റത്തുള്ള ഒരു തെങ്ങുമ്മ കുത്തിച്ചാരി അങ്ങനെയൊക്കെ ഉണ്ട്. പുറത്തുനിന്ന് വന്ന ആൾക്ക്, അവൻ കാസർഗോഡ് നിന്ന് വന്നാൽ തോന്നും നൃത്തം കണ്ട. അപ്പം എന്താ സംഭവം, ഓ മയ്യത്ത് കാണരുതെന്ന് വാപ്പ വസിയത്ത് ചെയ്തുക്കണോ. ആ നിമിഷം വരെ മയ്യത്തന്നില്ല. എത്ര ഇതിനൊക്കെ പറയാം. അത്രക്കും വാപ്പാനെ ശല്യം ചെയ്തിട്ട് വാപ്പ വസിയത്ത് ചെയ്താണ്. അപ്പോൾ അതൊക്കെ എന്താ അറിയാം, നമ്മളാ പിന്നെ അടിസ്ഥാനപരമായിട്ട് വേണ്ട ചില മരുന്നുകൾ അതത് സമയത്ത് കിട്ടാതിരുന്നാൽ, നമ്മൾ കൊടുക്കാതിരുന്നാലുള്ളൊരു ബുദ്ധിമുട്ടാണ്. കിട്ടിക്കഴിഞ്ഞാൽ പ്രശ്നമല്ല, അവിടെ ഉറച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് നല്ല റാഹത്തേക്കാരം. പിന്നെ ഇതിലൊക്കെ നമുക്കൊരു പ്ലാന് വേണം. ഈ പ്ലാനിങ് ഇല്ല ഞാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഏത് കാര്യത്തിലും വേണമല്ലോ. വീട് നിർമ്മിക്കുമ്പോൾ പ്ലാനില്ലേ ഉണ്ടല്ലോ. വീട് പണി കഴിയുന്ന ജോസ്താരെ ദ്വാരക്കിട്ട് പറഞ്ഞാൽ എൻ്റെ ഇത് പണിക്കാരില്ലേ, പണിക്കാരൊക്കെ ഉണ്ട്. പിന്നെന്തേ പൈസ ഇല്ലേ, പൈസയുണ്ട്. പിന്നെന്താ തീരാത്ത, ഞാൻ പ്ലാനൊന്നും തയ്യാറാക്കിയില്ലേനോ. അങ്ങനെ വാരി പിടിച്ചാണ്ട് എടുത്തു ഓരോ ഭാഗത്തുനിന്ന്. ഒരു തല എടുത്ത് തരുമ്പോൾ വൈരുദ്ധ്യമായിട്ട് വരികയാണ്. അപ്പോൾ പൊളിക്കും. ടോയ്ലറ്റ് നോക്കുമ്പോൾ 2 ക്ലോസറ്റ് വെച്ചുകൊണ്ട് പ്ലാനില്ലാനുള്ള പ്രശ്നമാണത്. മേശക്കെറ്റി നിന്ന് അപ്പുറത്ത് വരുന്ന ഭക്ഷണം കഴിക്കാനല്ലല്ലോ, ഇപ്പോൾ ഇത് ഒഴിവാക്കാനാണല്ലോ. ഇതെന്താ, അപ്പോൾ പ്ലാന് വേണം. ഞാൻ നാളെ പറഞ്ഞാണത്. എന്നതുപോലെ നമ്മളെ കുട്ടികളെ കാര്യത്തിൽ നമുക്ക് എന്ത് വേണം, ഓരോ പഠനം, ഓരോ കാര്യങ്ങൾ ഒന്ന് നമുക്കൊരു നിർത്തി പോകണം. അപ്പോൾ അതിൻ്റെ ഒരു ടൈമായതുകൊണ്ട് ഞാൻ പറയണം, അങ്ങനെ രണ്ടും വേണം. അപ്പോൾ നല്ല റാഹത്തേക്കാരം. അള്ളാഹു താല നമ്മളെ കുട്ടികൾക്ക് എല്ലാ നിലക്കുമുള്ള വിജയം അള്ളാഹു താല പ്രദാനം ചെയ്യട്ടെ, ആമീൻ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഇസ്മായിൽ നബിയുടെ മാതൃകയെ പറഞ്ഞത് അദ്ദേഹത്തെ പറ്റി സ്വാദിഖുൽ വഅദ് എന്ന് പറയും.
വാപ്പ ഞാൻ ക്ഷമിക്കും, നിങ്ങൾ അറുത്തോളി എന്ന് പറഞ്ഞു. പിന്നെയാണ് അറുക്കാൻ കൊണ്ടുപോകുന്നത്. ലാസ്റ്റ് ഘട്ടത്തിലും കുട്ടി വാക്ക് മാറിയില്ല. ഒന്ന് ആലോചിച്ചലിട്ട വാപ്പ എന്ന് പറഞ്ഞോ? ആലോചിച്ച് നോക്കി, നിങ്ങളൊന്ന് ആലോചിച്ചലിട്ടോ? ഇല്ല, ഉറച്ചുന്നു. ആണ് കടന്നെടുത്തു, ജയിച്ചു. ഒരു രണ്ടാളിൽ പാസ്സായി, 100 മാർക്ക്. ആടിനെ ഇറക്കി കൊടുത്തു, മൂപ്പർക്ക് പേര് കിട്ടി സ്വാദിഖുൽ വഹി. എന്നാൽ അതിനും കവച്ചു വെച്ചു ആര്? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വാക്ക് പാലിക്കുന്ന വിഷയത്തിൽ വളരെ മുന്നിലായിരുന്നു ആര്? അള്ളാഹുവിന്റെ തിരുദൂതരെന്നാണ്. അങ്ങനെ ഓരോ പ്രവാചകന്മാർക്കും യൂനുസ് നബിയുടെ ചരിത്രത്തിൽ കാണാം, അദ്ദേഹം സ്വാഹിബു തളറു എന്നാ പറയാ, ഭയങ്കര താഴ്മയുടെ ആള്. ഓരോരുത്തർക്കും ഓരോ പ്രത്യേകതയാണ്. മഹാനായി യൂനുസ് നബി വലിയ താഴ്മയുള്ള ആളായിരുന്നു, വിനയുള്ള ആളായിരുന്നു. തവാളുവിന്റെ വിഷയത്തില് പിന്നെ ഏറ്റവും കൂടുതൽ ആരാ? അതുപോലെ തന്നെ ഭക്തിയുടെ വിഷയത്തിലൊക്കെ തളറു ഏറ്റവും കൂടുതൽ ആരേക്കാരം? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ കവിതയിൽ അങ്ങനെ വന്നത്, ലികുല്ലി നബിയ്യിൻ ഫിൽ അനാമി ഫളീലത്തുൻ വജുംലതുഹാ മജ്മൂഅത്തുൽ ലി മുഹമ്മദി. ഓരോ പ്രവാചകനും ർക്കും ഓരോ മഹത്വമുണ്ടെങ്കിൽ അതെല്ലാം ഒരേ സമയത്ത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ മേളിച്ചിരിക്കുന്നു. അത് നമ്മുടെ ഒരു ഭാഗ്യമാണ്, നമ്മുടെ ഒരു ഭാഗ്യമാണ്. ഇത് ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ വരുന്നുണ്ട്. ഈ പറഞ്ഞതൊക്കെ ഈ ക്രമനുസരിച്ച് ഫബിഹുദാഹു മുഖ്തദി. അല്ലാഹു പറയാണ്, അതുകൊണ്ട് ആ പ്രവാചകന്മാരുടെ മാർഗം അങ്ങും പിൻപറ്റിക്കോളൂ, പിന്തുടർന്നോളൂ. എന്നിട്ട് ഇങ്ങനെ പറയാം, ജനങ്ങളോടും ഇതേ വഴി സ്വീകരിക്കാൻ പറയുമ്പോ ഒരു തള്ളും. അവരോട് ഇങ്ങനെ പറയണം, കുല്ലാ അസ്അലുക്കും അലൈഹി അജ്റാ ഇൻ ഹുവ ഇല്ലാ ദിക്റാ ലിൽ ആലമീൻ. നബിയെ അങ്ങ് പറയുക, ലാ അസ്അലുക്കും അലൈഹി അജ്റാ, ഈ ഖുർആന്റെ പേരിൽ ഞാൻ നിങ്ങളോടൊരു കൂലി ചോദിക്കുന്നില്ല. ഇൻ ഹുവ ഇല്ലാ ദിക്റാ ലിൽ ആലമീൻ. ഇത് സർവ്വലോകങ്ങൾക്കും ഒരു ഉത്ബോധനമായ ഗ്രന്ഥമാകുന്നു. ഈ ഖുർആൻ ഞാൻ നിങ്ങൾക്ക് എത്തിച്ചേരുന്ന അള്ളാഹുവിൽ നിന്നാണ്. അതിന് നിങ്ങളോട് ഞാൻ കൂലിയൊന്നും ചോദിക്കണില്ല. ഇവർ ഖുർആനിനെയും പ്രവാചകരെയും ദീനിനെയും അവഗണിക്കുമ്പോൾ നമുക്ക് കണ്ടാ തോന്നിപ്പോവും, ഇവരോട് നബിതങ്ങള് കൂലി ചോദിക്കുന്നുണ്ട്, ഫീസ് ചോദിക്കുന്നുണ്ട്. ആ ഫീസ് അടക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഇവർ ഇത്ര ഇടങ്ങാറുണ്ട് അങ്ങനെ തോന്നിപ്പോവും. പക്ഷെ ഇല്ലല്ലോ, അംബിയാ മുർസലുകൾക്ക് ഓൽക്ക് ചെലവിനുള്ള അള്ളാഹു കൊടുക്കും, നല്ല വഴി കാണിച്ചു. ഓൽക്ക് അതിന്റെ ആവശ്യമില്ല. എല്ലാ പ്രവാചകന്മാരും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ നബിതങ്ങള് ഒരു കാര്യം അവരോട് ചോദിച്ചിട്ടുള്ളൂ. അത് വേറെ ആയത്തിൽ പറയുന്നുണ്ട്, കുല്ലാ അസ്അലുക്കും അലൈഹി അജ്റ എന്ന് പറഞ്ഞിട്ട് വേറെ ആയത്തിൽ പറയുന്നത് ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബ, കുടുംബത്തോടൊരു സ്നേഹങ്ങൾ മാത്രം ചെയ്താൽ മതി എന്ന്. അത് കാരണം എന്താ പറയുക, ഇവിടെ കുടുംബം നല്ല ബന്ധം വേണം ഇടക്കിടക്ക് ഓരിങ്ങനെ പറയും. അങ്ങനെയാണ് നിങ്ങൾ ആ നിലക്കിന്നെ സ്നേഹിക്ക്. നമ്മൾ കുടുംബം ഉണ്ടല്ലോ, ആ നിലക്കെങ്കിലും നിങ്ങൾ എന്നെ കല്ലെറിയാതിരിക്കൂ, ആ നിലക്കെങ്കിലും നിങ്ങൾ ഇന്നൊന്ന് പരിഗണിക്കുക. വേറൊന്നും ഞങ്ങളോട് ഒരു കൂലി ചോദിക്കണില്ല. വേറെ ആയത്തിൽ അള്ളാഹു പറയുന്നതിന്, നബിയെ, ആളുകള് അങ്ങ് പറയുന്നതിൽ നിന്ന് അതിനെ തള്ളിപ്പോകുന്നത് കണ്ടാല് അങ്ങ് ഈ പറഞ്ഞു കൊടുക്കുന്നതിന് അവരോട് പണം ചോദിച്ചിട്ട് ആ പണം തന്ന് പിന്നെ കടം വാങ്ങി തന്ന് ഓല മുതുക് ആകെ ഞെരുങ്ങിക്കളഞ്ഞത് പോലെ ഉണ്ട് വേറെ ആയത്തിൽ പറയുന്നത്. ഇപ്പൊ നമ്മളിപ്പോ ഖുർആൻ ക്ലാസ്സിൽ ഇന്ന് തീരുമാനം എടുത്തു, അടുത്ത ആഴ്ച മുതൽ ഖുർആൻ ക്ലാസ്സിന് വരുന്നവരൊക്കെ എല്ലാ ക്ലാസ്സിലും ഒരു 100-ൽ കുറയാത്ത സംഖ്യ എല്ലാ ക്ലാസ്സിലും ഇവിടെ നൽകണമെന്ന് പാസ്സാക്കി. എങ്ങനെ ഉണ്ടാവും? ബുദ്ധിമുട്ടാവും അല്ലേ? ബുദ്ധിമുട്ടാവും. സാധാരണ ഇപ്പൊ നമ്മളൊരു ഇൽമിന്റെ ക്ലാസ്സിലൊന്ന് ചിന്തിക്കാൻ പോലും പറ്റൂല, അങ്ങനെ പറയല്ലേ. നമ്മളതാവുമ്പോ എല്ലാ ദിവസമൊക്കെ കയ്യോ എന്നുള്ളൊരു ചിന്ത വരും. എന്നാലും നോക്കാനൊക്കെ വരും. നമ്മള് ഇതിലൊക്കെ വരുന്ന ആൾക്കാർ അത്രയും താല്പര്യത്തോടെ വരുന്നതായതുകൊണ്ട് പറയാം, നല്ലൊരു പ്രയാസക്കാർ അത് വാണ്ടി ചെന്നു. ഇപ്പൊ ഇതുവരെ എടുത്ത തീരുമാനങ്ങളിൽ പാളിയ ഒരേ ഒരു തീരുമാനം, ആ തീരുമാനമാണെന്ന് നമ്മൾ മനസ്സിൽ വരും അല്ലേ. എന്നാ 1000 പാസ്സാക്കിയാലോ? പടച്ചോന്റെ വിധി അങ്ങനെ ഇക്കാലത്ത് ഇന്നത്തോടെ നിർത്തൽ എന്ന് പറഞ്ഞാണ് പോകും നമ്മള് അല്ലേ. അവസാനിക്കൽ എല്ലാ ദിവസമൊക്കെ 1000 റുപ്യ കൊടുക്കുക. എത്ര പരിപാടി മൂപ്പർക്ക്. ഇനിയിപ്പോ എന്തൊക്കെ പരിപാടി, സലാമാക്കാക്കും മൂപ്പർക്കൊക്കെ പുതിയ വീട് എടുക്കാനുള്ള പരിപാടി ഉണ്ടാവുന്നൊക്കെ കരുതും. വേറെ പറയും അല്ലേ. അപ്പൊ അങ്ങനെ പറയില്ല. ഇവര് കാണിക്കണ കണ്ടാല്, ഈ പിന്മാറി പോകുന്നത് കണ്ടാല് നബിതങ്ങൾ ഓലോടെന്തോ കൂലി ചോദിച്ചമാർക്കാണ്. എന്നിട്ട് കൊടുക്കാൻ കഴിയാതെ അങ്ങനെ ഉണ്ടല്ലോ. അതാ പറയുന്നത്, നിങ്ങൾ ഒന്നും തരണ്ട,
നിങ്ങളൊന്നും തരണം. ഈ ഒന്നും തരണ്ടെന്നുള്ള എല്ലാ കാര്യത്തിലും പറ്റില്ല കേട്ടോ. അപ്പോൾ ഈ പള്ളി, മദ്രസ, പള്ളി, അതിനൊക്കെ ഒരു വരിസംഖ്യ എല്ലാവരും കൊടുക്കണ്ടെന്നല്ല, അത് തീരെ വില ഉണ്ടാവില്ല തന്നെ. ഈ മദ്രസക്കൊന്നും തീരെ ഫീസ് വേണ്ടാതെ പഠിപ്പിക്കാന്ന് പാസ്സാക്കി നോക്കി ഒരു നിലയും വരെ ഉണ്ടാവില്ല. എല്ലായിടത്തും അല്ല കേട്ടോ, ചിലർക്ക് ഇപ്പൊ ഈ 2 റുപ്യൊക്കെ 1 റുപ്യൊക്കെ കരി കൊടുത്തില്ലേ, ചില റേഷൻ ഷാപ്പുകാർ പറയണത് കൊണ്ടോണില്ല, വാങ്ങിക്കാണ്ട് അവിടെ വെച്ച് പോവുക, പിന്നെ എടുത്തോണ്ടിട്ട് വന്നാണ്ട്. എന്നിട്ട് ഇവർക്ക് വലിയ വണ്ടി മര്യാദ, തീരെ വിലയില്ലാത്തമാർക്കാണ് വലിയ വിലയുള്ള സാധനമുള്ള അരി. പക്ഷെ അത് 1 റുപ്യൊക്കെ കരി കിലോന് കൊടുത്തപ്പോൾ ഇത് അവിടെ വെച്ച് പോവുക. ഞാൻ എടുത്തോണ്ട് ഞാൻ ഇപ്പോൾ ഒരട്ടോ അറിയും, പിന്നെ മറന്നു പോകും. പെരിയിലെത്തുമ്പോൾ അള്ള അരി അവിടെ വെച്ചു, അത് 1 റുപ്യല്ലേ ഉള്ളൂ, 5 കിലോ അരി 5 റുപ്യ, എത്താ നിങ്ങൾക്ക് അവിടെ നോട്ടെ. വേറെ അവിടെ കണ്ടിട്ടാണ് സാധനം കിട്ടുന്ന കണ്ടിട്ടാണ്. അപ്പോൾ വില പറ്റ ചുരുക്കിയാൽ അങ്ങനെ ചില ബുദ്ധിമുട്ടുകളുണ്ടാവും. അങ്ങനെ ചില ബുദ്ധിമുട്ടുകളുണ്ടാവും. വെറുതെ കിട്ടേണ്ടതൊക്കെ ഫ്രീ കിട്ടേണ്ടത് ചിലപ്പോൾ വില കൊടുക്കൂല. ഇതങ്ങനെയല്ല. അമ്പിയാക്കളുടെ ദൗത്യം എന്ന് പറഞ്ഞാൽ അതിന് വില ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവരോട് പറയാണ്, ഞാൻ നിങ്ങളോട് കൂലി ചോദിക്കുന്നില്ല. ഇനി പറയാണ്, ഇൻ ഹുവ ഇല്ലാ ദിക്റാ ലിൽ ആലമീൻ, ലോകങ്ങൾക്ക് എന്നാണ്. അപ്പൊ അതിന് മനസ്സിലാക്കുക, ഖുർആൻ എന്ന് പറയുന്നത് മനുഷ്യർക്ക് മാത്രമല്ല ജിന്നുകൾക്കൊക്കെ അടക്കാണ് ഈ ഖുർആൻ എന്നുള്ളത് ആലമീൻ എന്നുള്ള പ്രയോഗത്തിൽ നിന്ന് മനസ്സിലാക്കാനാണ്. അല്ലാഹു കൊണ്ട് പറയുന്നു, വമാ ഖദറുല്ലാഹ ഹഖ്ക ഖദരി ഇദ് ഖാലൂ മാ അൻസലല്ലാഹു അലാ ബശരിൻ മിൻ ശൈ വമാ ഖദറുല്ലാഹ ഹഖ്ക ഖദരി. അല്ലാഹുവിനെ മനസ്സിലാക്കേണ്ട ക്രമപ്രകാരം അവര് എന്തില്ല, പിന്നെ മനസ്സിലാക്കിയിട്ടില്ല, ബഹുമാനിച്ചിട്ടില്ല. വലിയ പ്രശ്നം അതാണ്. വമാ ഖദറുല്ലാഹ ഹഖ്ക ഖദരി, അള്ളാഹുവിനെ ബഹുമാനിക്കേണ്ട ക്രമപ്രകാരം, മുറപ്രകാരം അവർ അള്ളാഹുവിനെ ബഹുമാനിച്ചിട്ടില്ല. എന്താ കാരണം? ഇത് ഖാലൂ, അവർ പ്രഖ്യാപിച്ചു, മാ അൻസലല്ലാഹു അലാ ബശരിൻ മിൻ ശൈ, അള്ളാഹു ഒരു മനുഷ്യനും ഒന്നും ഇറക്കി കൊടുത്തിട്ടില്ല. ഖുർആന് മാത്രമല്ല, തൗറാത്തിനെയും ഇൻജീലിനെയും സബൂറിനെയും ഏടുകളെയും ഒക്കെ ഒരു നിഷേധിക്കുകയാണ്. ഇവര് പറയുന്നത് എന്താണ്? അള്ളാഹു ഒരു മനുഷ്യനും ഒന്നും ഇറക്കി കൊടുത്തിട്ടില്ല. അങ്ങനെ പറയാൻ എളുപ്പമുണ്ടല്ലോ. അവരോട് അങ്ങ് പറയുക, നബിയേ, മൻ അൻസലൽ കിതാബല്ലദി ജാഅ ബിഹി മൂസാ, മൂസാ നബി ഒരു ഗ്രന്ഥവുമായിട്ട് വന്നു. അത് ആരാ ഇറക്കിയത് നിങ്ങൾക്കറിയോ? നൂറൻ വഹുദൽ ലിന്നാസ്, മനുഷ്യർക്ക് വഴി കാണിക്കുന്ന പ്രകാശമായ ഒരു ഗ്രന്ഥവുമായി മൂസാ നബി വന്നു. അത് ആരാണ് ഇറക്കിയത്? തജ്അലൂനഹു ഖറാതീസ, അത് നിങ്ങൾ കടലാസുകളാക്കി വ്യത്യസ്തമാക്കി നിങ്ങൾ മാറ്റിവെച്ചു. തുബ്ദൂനഹാ വതുഖ്ഫൂന കസീറാ, അതിൽ ചിലതിനെ നിങ്ങൾ വെളിവാക്കുകയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിനെ നിങ്ങൾ പുറത്ത് കാണിക്കുകയും അധികത്തിനെയും നിങ്ങൾ മറച്ചു വെക്കുകയും ചെയ്തു. വഉല്ലിംതും മാ ലം തഅലമൂ അൻതും വലാ ആബാഉകും, നിങ്ങൾക്കും അതുപോലെ നിങ്ങളുടെ വാപ്പമാർക്കും അറിവില്ലാത്ത പല കാര്യങ്ങളും നിങ്ങൾക്ക് ആ ഖുർആൻ നിങ്ങൾക്ക് പഠിപ്പിക്കപ്പെട്ടു. ഖുലില്ലാഹ്, പറയുക നബിയേ, ഇതെല്ലാം ഇറക്കിയത് അല്ലാഹു ആകുന്നു. സുമ്മ ദർഹും ഫീ ഖൗലിഹിം യൽഅബൂൻ, അങ്ങ് നബിയെ വിനോദത്തിൽ വിഹരിക്കാൻ അവരെ വിട്ടേക്കു നബിയെ. ഇതാരെ പറ്റിയാ പറയുന്ന അറിയങ്ങൾ? വേദക്കാരെ പറ്റിയാണ്. അതായത് ഇപ്പോ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്ന കാലത്ത് അറേബ്യയിൽ മുശ്രിക്കീങ്ങളുണ്ട്, പിന്നെ ഒരു കൂട്ടർ വേദക്കാരാണ്. അവിടുന്ന് ഇവിടുന്ന് ഒന്ന് വാർത്ത വേദക്കാരുണ്ട്. ഈ വേദക്കാരാ പറയേണ്ടത് നബിയോട്, നബി ഖുർആനായിട്ട് ചെന്നപ്പോ അള്ളാഹ് ഒരാൾക്ക് ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോ അവരോട് ചോദിക്കുക, അല്ല മൂസാ നബിക്ക് ഇപ്പൊ ആരെ കൊടുത്തു മക്കളെ? നിങ്ങളിപ്പോ മൂസാ നബിനെ അംഗീകരിക്കണ്ടല്ലോ. ഇവര് പറയേണ്ട എന്താ? ഇവർക്ക് ഖുർആനെ എതിർക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എതിർക്കണം. അപ്പോൾ അടച്ചാക്ഷേപിക്കാണ്. അതാ പറയുന്നത്, മാ അൻസലല്ലാഹു അലാ ബശരിൻ മിൻ ശൈഇൻ, ഒരു മനുഷ്യനും അല്ലാഹു ഒന്നും കൊടുത്തിട്ടില്ല. എന്നാ ഒന്ന് ചോദിച്ചു നോക്കി നബിയെ, മൻ അൻസലൽ കിതാബ, തൗറാത്ത് എന്ന വേദത്തെ ആരാ ഇറക്കി കൊടുത്തത്? അല്ലദീ ജാഅ ബിഹി മൂസ നൂറൻ വഹുദൽ ലിന്നാസ്, പ്രകാശവും, പ്രകാശം എന്ന് പറഞ്ഞാൽ തന്നെ സത്യം ഒരു പ്രകാശമാണ്, ജനങ്ങൾക്ക് വഴികാട്ടിയാണ്. ആ ഗ്രന്ഥത്തെ ആരാ ഇറക്കി കൊടുത്തത്?
എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, തജ്അലൂനഹു ഖറാത്തീസ്, അത് നിങ്ങൾ പല കടലാസുകളിലാക്കിയത്, പലതിലും നിങ്ങൾ എഴുതി, എന്നിട്ടോ തുബ്ദൂനഹ, നിങ്ങൾ അതിന് കുറച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾ അത് പുറത്തേക്ക് കാണിച്ചു, വതുഖ്ഫൂന കസീറാ, അധികം നിങ്ങൾ മറച്ചേതാ അന്ത്യപ്രവാചകന്റെ വിശേഷണങ്ങൾ പറയുന്ന ഭാഗം മറച്ചു വെച്ചു. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ. നബി തങ്ങളുടെ കളറ് പറയുന്നുണ്ട്, നീളം പറയുന്നുണ്ട്, സൗന്ദര്യത്തെ പറയുന്നുണ്ട്, മുടിയുടെ രൂപം പറയുന്നുണ്ട്, പേര് പറയുന്നുണ്ട്, നബിയുടെ അനുചരന്മാരായ സ്വഹാബത്തിനെ പറ്റി പറയുന്നുണ്ട്, നബിയുടെ ഉമ്മത്ത് ഇങ്ങനെ കറന്ന് പറയുന്നുണ്ട്. അങ്ങനെ വിശദമായി പറഞ്ഞത് മുഴുവൻ ഒരു പൂത്തിവെച്ചു. ആ ഗ്രന്ഥമായിട്ട് കൊടുത്തത് അതിന്ന് ഓല് എഴുതിയെടുത്തിട്ട് പകർത്തിയെടുത്തിട്ട് കടലാസുകളാക്കിയിട്ട് ഓലെന്ത് ചെയ്തു, ചിലതൊക്കെ ഓല് പുറത്ത് കാണിച്ചു, ചിലത് ഓലെന്ത് ചെയ്തു മറച്ചു, ജനങ്ങളോട് വായിക്കണ്ടെന്ന് പറഞ്ഞു. ബർണബാസ് ബൈബിൾ ഇന്നും അതാ പൂട്ടിയിട്ടിരിക്കണം വത്തിക്കാനിൽ ഗ്ലാസിന്റെ അലമാരിയിൽ. എറണാകുളത്ത് വെച്ച് ശംസുലമ്മ അന്ന് പറഞ്ഞതാണ്, നിങ്ങൾ വത്തിക്കാനിൽ പോയിട്ട് മാർപ്പാപ്പയോടൊക്കെ ഉത്തരവാദിത്വം ചോദിക്കുക, ആ ബർണബാസ് ഒന്ന് തുറന്നു നോക്കാൻ. അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബിയാണെന്ന് ബർണബാസ് ബൈബിളിലുണ്ട്, അത് ശിഷ്യനാണ്, അതിൽ സത്യമുണ്ട്, അത് വായിക്കാൻ അനുമതിയില്ലെന്ന് വിൽക്കും. അതങ്ങനെ ഒരു പുരാവസ്തുവായിട്ട് ഇങ്ങനെ തുറക്കാനും തൊടാനും പറ്റാത്ത രൂപത്തിൽ, കാണാൻ പറ്റുന്ന രൂപത്തിൽ ഇവർ അന്നേ മറച്ചു. അപ്പോ ഇവരെ മുഖത്തടിച്ച മറുപടിയാണ് ഇവർക്ക് കിട്ടിയത്. മാത്രല്ല, നിങ്ങൾക്ക് കുറെ അറിയാത്ത ചരിത്രമായിരുന്നു നിങ്ങളെപ്പാർക്കും, അതിപ്പോ നിങ്ങൾക്ക് പഠിപ്പിക്കപ്പെട്ടില്ലേ ഖുർആൻ മുഖേന? ശരിയാണ്, ഇവർക്ക് യൂസുഫ് നബിയുടെ ചരിത്രം മുഴുവൻ അറിയില്ല, അത് മുഴുവനായിട്ട് പറഞ്ഞു കൊടുത്തു. ഇവർക്ക് അസ്ഹാബുൽ കഹ്ഫിനെ പറ്റി കൃത്യമായിട്ട് അറിയില്ലായിരുന്നു, അവിടെ ഇവിടെയൊക്കെ ചില വാനും തലേ അറിയുള്ളൂ, മുഴുവനായിട്ട് അസ്ഹാബുൽ കഹ്ഫ് സൂറത്തുൽ കഹ്ഫിലൂടെ പഠിപ്പിച്ചു കൊടുത്തു. ഇങ്ങനെ അതാണ് ഇവിടെ പറയുന്നത്, വഉല്ലിംതും മാലം തഅലമൂ അൻതും വലാ ആബാഉകും, നിങ്ങൾക്കും നിങ്ങളുടെ പിതാക്കൾക്കും പഠിപ്പിക്കപ്പെടാത്തത് നിങ്ങൾക്ക് ഖുർആൻ മുഖേന അഭ്യസിപ്പിക്കപ്പെട്ടു. എന്നിട്ട് പറയാണ് ഖുലില്ലാഹ്, ആദ്യം എന്താ പറഞ്ഞത്? മാ അൻസലല്ലാഹു അലാ ഷൈ, മാ അൻസലല്ലാഹു അലാ ബശരിൻ മിൻ ഷൈ, അല്ലാഹു ഒന്നും ഇറക്കിയിട്ടില്ല എന്നാണല്ലോ. എന്നിട്ട് അതിനൊരു മറുപടി കൊടുക്കുകയാണ്, ഖുലില്ലാഹ്, ഇതൊക്കെ ഇറക്കിയത് അല്ലാഹു ആണെന്ന് പറയും നബിയെ. സുമ്മദർഹും ഫീ ഖൗലിഹിം യൽഅബൂൻ, അവര് അവരുടെ ആ വിനോദത്തിൽ ആ തെറ്റിലാണ് വിഹരിക്കട്ടെ, നിങ്ങൾ വിട്ടളിയെന്ന്. ഒരു നിലക്കും പറഞ്ഞാൽ കേൾക്കൂലെങ്കിൽ ഓലോട് നമ്മൾക്കും അങ്ങനെ തന്നെയാണ്. നമ്മൾ കുറേ പറഞ്ഞു, ഒരു നിലക്കും പറഞ്ഞാൽ കേൾക്കുന്നില്ലെങ്കിൽ നമ്മളത് വിടാം. അതിനെപ്പറ്റി വേറെ ആയത്തിൽ പറയുന്നത് എങ്ങനെ അറിയോ? ഫദറുഹും, ഇതേപോലെ തന്നെ യഖൂദു വയൽഅബൂ ഹത്താ യുലാഖൂ യൗമഹുമുല്ലദീ യൂഅദൂൻ. അല്ലാഹു പറയുകയാണ്, നബിയെ അങ്ങനെ ഒരു കാര്യം വിട്ടേക്ക്, പറഞ്ഞാൽ കേൾക്കണമെങ്കിൽ ഓരോ കാര്യം വിട്ടേക്ക്. യഖൂദു, അവർ തെറ്റിൽ മുഴുകട്ടെ, വയൽഅബൂ, അവർ വിനോദത്തിൽ ഏർപ്പെടട്ടെ, ഹത്താ യുലാഖൂ യൗമഹുമുല്ലദീ യൂഅദൂൻ, അവരോട് താക്കീത് ചെയ്യപ്പെട്ട ഒരു ദിനത്തെ അവർ കണ്ടുമുട്ടുന്നത് വരെ അന്ന് ഞാൻ അതിനുള്ള ഫലം അവർക്ക് കൊടുത്തോണ്ട് നിങ്ങൾ ആ വിഷയം വിട്ടളിയത്. ഇപ്പൊ നമ്മളോടൊക്കെ ഉള്ള കൽപ്പനയാണ്, ഒരു കണക്കുണ്ടല്ലോ എല്ലാത്തിനും. ചിലപ്പോൾ നമ്മൾ വല്ലാതെ പറഞ്ഞാൽ നമ്മളെ മേക്കിട്ട് കയറും പോലെ അക്രമത്തിന്റെ മാർഗം സ്വീകരിക്കും. അങ്ങനെയൊക്കെയാണെങ്കിൽ അങ്ങനെ വിടാം. അല്ലെങ്കിൽ നമ്മൾ നിരന്തരം കൂടും വേണം. ഒത്തവാസവും ബിൽ ഹഖ് എന്ന ഖുർആൻ പറഞ്ഞത്. നല്ല നല്ല കാര്യങ്ങൾ, സത്യമായ കാര്യങ്ങൾ നിരന്തരം പറയണം എന്നാണ്. നമുക്ക് ഒരു വട്ടം പറയാൻ തന്നെ മടിയേക്കാരം. ഒരു വട്ടം പറഞ്ഞിട്ട് ഒരു സുഖമില്ലാത്ത മറുപടിയോ പരിഹാസോ വന്നാൽ പിന്നെ ആ വൈക്ക് ചിന്തിക്കൂല. ഒരു നല്ലക്കും ശരിയാണില്ല എന്ന് കണ്ടാൽ പിന്നെ അത് ഭയങ്കര ക്ഷീണം ചെയ്യാണ്, നമുക്ക് വേറെ ബുദ്ധിമുട്ടുണ്ടാകുകയാണ്. എന്നാൽ പിന്നെ പറയാൻ പോണ്ട. ഉദാഹരണം പറയാം, ഒരു സ്ത്രീ, ആ സ്ത്രീ ദുർനടപ്പുകാരിയാണ്, സ്വന്തം അയൽപ്പക്കത്താണ്. അപ്പോൾ എല്ലാവരും പറഞ്ഞു, ഇതൊന്ന് പറഞ്ഞോളാ, ഒന്ന് കേൾക്കുകയാണെങ്കിൽ കേട്ടോട്ടെ. അപ്പോൾ ഒരാളെയും കൂടി കൂട്ടിക്കാണ്ട് പോയി, ഒറ്റക്കൊന്നും അങ്ങനത്തെ ഒരു പോയരുതേ, ഉപദേശം കൊടുക്കാൻ പണികോളും. എപ്പോഴും അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒരാളെയും കൂടി കൂട്ടിക്കാണ്ട് പോയി. അപ്പോൾ ഓള് പറഞ്ഞ എന്താ അറിയോ, ഇനി വർത്താനം പറഞ്ഞു വന്ന നിങ്ങളെ പേരിൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാക്കട്ടോ. ഫദറുഹും, വേ ഓതി കൊടുക്ക അയാൾക്ക്, ഞാൻ വാത്തു പോകണ്ട, വെറുതെ മാനം കട നിൽക്കണ്ടല്ലോ. കാരണം മേൽപ്പൂരില്ലാത്തവർക്ക് എന്താ തീപ്പൊരി, പേടിക്കേണ്ട ആവശ്യമില്ല, പോലെ എന്തിനും തയ്യാറാവും. പിന്നെ ആളുകൾ എന്ന് പറഞ്ഞാൽ സത്യാവസ്ഥ മനസ്സിലാവില്ല, കേട്ടതൊന്നും കാരണം മനസ്സിലാക്കുന്നത് വേറൊന്നും കാരണം. ആൾക്കാർക്ക് അങ്ങനത്തെ വല്ലതും കിട്ടുക പറഞ്ഞാൽ ഭയങ്കര സന്തോഷിക്കാറ്. ഒരു എരനെ കിട്ടിയാൽ ആഘോഷിക്കും.
അങ്ങനെ ഉണ്ടാവും. അതൊക്കെ സന്ദർഭത്തിനനുസരിച്ച്. ഇവിടെയും പറയുന്നതാണ് സുമ്മദർഹും ഫി ഹൗദി വിഹരിക്കട്ടെ, ഒലണ കളിക്കട്ടെ, ആറാടെ അറിയില്ല നമ്മള് പറഞ്ഞാൽ കേൾക്കില്ലേ. പിന്നെ അതാണ് അവസാന ഒരായത്ത് കൂടി വഹാദ കിതാബുൻ അൻസൽനാഹു മുബാറക് മുസദ്ദിഖുൽ ലദീ ബൈന യദൈഹി വലിതുൻദിറ ഉമ്മൽ ഖുറാ വമൻ ഹൗലഹാ വഹാദ കിതാബുൻ, ഇതൊരു ഗ്രന്ഥമാണ്. ഖുർആനെ പറ്റി പറയാണ്. അൻസൽനാഹു, ഈ വേദഗ്രന്ഥത്തെ നാം ഇറക്കി, ഖുർആനിനെ നാം ഇറക്കി. മുബാറകുൻ, ഇത് അനുഗ്രഹീതമായ ഗ്രന്ഥമായിട്ടാണ്. മാത്രമല്ല മുസദ്ദിഖുൽ ലദീ ബൈന യദൈഹി, അതിന്റെ മുന്നിൽ കഴിഞ്ഞുപോയ തൗറാത്ത്, ഇഞ്ചീൽ, സബൂർ അടക്കമുള്ള കിതാബുകൾ അതിനൊക്കെ ശരിവെച്ച് വരുന്നതാണ്. എത്ര സത്യസന്ധമായിട്ടാ കാര്യം പറയുന്നത്. അടിക്കടി പറയണെങ്കിൽ ആ പേരിൽ ആരും വെറുതെ എതിർക്കാൻ വരണ്ട. ഇതിന്റെ മുമ്പ് കഴിഞ്ഞു പോയ വേദഗ്രന്ഥങ്ങളെ ശരിവെക്കുന്ന ഗ്രന്ഥമാണ്. പിന്നെന്തിനാണത്? വലിതുൻദിറ ഉമ്മൽ ഖുറാ വമൻ ഹൗലഹാ, മക്കയെയും അതിന്റെ പരിസരത്തെയും താക്കീത് ചെയ്യാനുള്ള ഗ്രന്ഥമാണിത്. മാത്രം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഖുർആൻ ആ കാലഘട്ടത്തിൽ മാത്രാന്ന് പറയും. അവിടെ വമൻ ഹൗലഹ എന്ന് പറഞ്ഞാല് നാനാ ഭാഗത്തേക്കും, ലോകത്തിന്റെ എല്ലാ ഭാഗത്തേക്കും പെട്ടു. ഉമ്മുൽ ഖുർആൻ, ഉമ്മുൽ കിതാബ് ഫാത്തിഹ സൂറത്തിനെ പറ്റി പറയലുണ്ട്. എന്നതുപോലെ ഗ്രാമങ്ങളുടെ മാതാവ്, നഗരങ്ങളുടെ, നാടുകളുടെ മാതാവ്, നമുക്കെല്ലാത്തിന്റെ അടിസ്ഥാനം മക്കയാണ്. ആ പേര് ഉമ്മുൽ ഖുർആൻ എന്ന് അറിയിക്കുന്നതാണ്. ഉമ്മുൽ ഖുറാ, ചുരുക്കുള്ളൊരു പേരിലെ മക്കയുടെ. ബക്ക എന്നുള്ള പേരും ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഖുർആൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇന്ന അവ്വല ബൈത്തിൻ വുളിഅ ലിന്നാസി ലല്ലദീ ബിബക്ക, തിരക്കെല്ലാം കൂടുന്നാണ് ബക്ക എന്നറിയിക്കുന്ന വാക്കറിയിക്കുന്നത്. ഇവിടെ ഉമ്മുൽ ഖുർആൻ ആണ്. അപ്പൊ നോക്കൂ, അള്ളാഹു പറയാണ് ഈ ഖുർആൻ എന്ന് പറയുന്നത് ഉമ്മുൽ ഖുറയിലുള്ളവരെ, കാരണം അതിന്റെ പ്രഥമ സംബോധിതർ അവരായതുകൊണ്ടാണ് പ്രത്യേകം മക്കനെടുത്ത് പറഞ്ഞത്. അവർക്ക് മാത്രമല്ല, എല്ലാ കാലത്തേക്കും, എല്ലാ ലോകത്തേക്കും. അപ്പൊ പിന്നെ ഓല ഭാഷയിൽ മാത്രം അത്രല്ലേ കഴിയുള്ളൂ. മാത്രമല്ല ആ ഭാഷക്ക് മഹത്തുണ്ട് എന്ന് അറിയിക്കാനും റബ്ബിന്റെ തീരുമാനം. നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. പഠിക്കാൻ അള്ളാഹു നമുക്ക് എളുപ്പാക്കി തന്നു. അള്ളാഹു പറയാണ് ഉമ്മുൽ ഖുറയിലുള്ളവരെയും അതിന്റെ ചുറ്റുഭാഗത്തുള്ളവരെയും അവരെ എന്ത് ചെയ്യാനാണ്? അവരെ താക്കീത് ചെയ്യാൻ. താക്കീതാണ് കൂടുതൽ വേണ്ടത് എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ പറയേണ്ടത്. താക്കീത് മാത്രമൊന്നുമല്ല, ഭീഷണി മാത്രമൊന്നുമല്ല ഖുർആനിലുള്ളത്. സന്തോഷ വാർത്ത ഇഷ്ടം പോലെ ഉണ്ട്. അതിനേക്കാൾ കൂടുതൽ വേണ്ടത് ഇതാണ് എന്നതുകൊണ്ടാണ് അതിനെ പ്രത്യേകം എടുത്ത് പറഞ്ഞത്. ഇനി അള്ളഹാനോട് വളരെ, ഞാൻ നാളത്തെ സുഹൈബ് റളിയല്ലാഹുവിനെ പറ്റി പറഞ്ഞല്ലോ. സുഹൈബ് റളിയല്ലാഹു അൻഹുവിനോട് സ്വഹാബത്ത് ചോദിച്ചു അത്രേ, നിങ്ങൾ കാരണം പായത്ത് ഇറങ്ങി പ്രകീർത്തിച്ചിട്ട്, നിങ്ങൾക്ക് അള്ളാഹുവിനുള്ള ഭയമൊക്കെ കാരണമാണ് അപ്പം ഇങ്ങനെ വന്നത്. നിങ്ങൾ അള്ളാഹുവിനെ ഭയക്കുന്നത് സ്വർഗം കിട്ടാനോ അതോ നരകത്തെ പേടിച്ചിട്ടോ ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞ രണ്ടും അല്ലായിരുന്നു. ഷുഐബ് നബി പറഞ്ഞത് തന്നെയാണ് സുഹൈബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ഷുഐബ് നബി പറഞ്ഞ എന്താ? എനിക്ക് എന്റെ റബ്ബിനോടുള്ള മഹബത്താണ്. അതേ മാറ്റം ആര് പറഞ്ഞ? സുഹൈബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു എന്റെ റബ്ബിനോടുള്ള മഹബത്താണ്. ആ മഹബത്തിന് കോട്ടം തട്ടോ എന്നുള്ളതാണ് എന്റെ പേടി. അപ്പൊ അതിനു വേണ്ടി എന്തും ത്യജിക്കാൻ ഞാൻ തയ്യാറാവും, എന്റെ ശരീരം വരെ. അതാണ് നിങ്ങൾ ഇന്നെ കൊന്നാളി, നിങ്ങൾ എടുത്തോളി എന്ന് പറയാനുള്ള കാരണം അതാണ്. എന്നാൽ നമ്മളിനിപ്പോ നരകത്തെ പേടിച്ചിട്ട് തെറ്റെന്ന് മാറിയെന്നാൽ അതിനാണ് നേരത്തെ പറയേണ്ടത്. ആ നിലപാട് തെറ്റാന്നല്ല പറയുന്നത്. വല്ലാതെ അടുക്കുമ്പോ ചിലരങ്ങനെയാണ്. ഓൽക്ക് പിന്നെ വേറൊന്നുമില്ല, അതിന് മാത്രം അള്ളാഹു ലയിക്കണം. ഏതായിരുന്നാലും നോക്കൂ, അപ്പൊ ഇവിടെ അള്ളാഹു താല പറയുന്നതും അതന്നെ. ഇനി ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നോക്കൂ, ഇവിടെ ഫഹാദ കിതാബുൻ അൻസൽനാഹു മുബാറകുൻ എന്നല്ലോ. അവിടെ ഒരു കാര്യം, ഒരു ടൈമിനോട് നല്ല യോജിപ്പുള്ളൊന്നുണ്ട്. അതായത് നമ്മൾ പറഞ്ഞല്ലോ ശഅബാൻ 15 രാവ്. ഖുർആനിൽ അല്ലാഹു തആല ഒരു ആയത്തിൽ ദുഹാൻ സൂറത്ത് എങ്ങനെയാ തുടങ്ങുന്നത്? ഹമീം എന്ന് പറഞ്ഞിട്ട് അല്ലാഹു തആല തുടങ്ങുന്നത് പിന്നെ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക. അല്ലാഹു പറയും, നോക്കൂ ഖുർആനെ പറ്റി അല്ലാഹു പറയാം, ഇന്നാ അൻസൽനാഹു, വിശുദ്ധ ഖുർആനെ നാം ഇറക്കി, ഫീ ലൈലത്തിൻ മുബാറക, ഒരു അനുഗ്രഹീത രാത്രിയിൽ. ഇവിടെ മുബാറക്കാണ് ഈ ഗ്രന്ഥം നമ്മൾ. മുബാറക്കായ ഗ്രന്ഥത്തെ മുബാറക്കായ രാത്രിയിൽ അള്ളാഹു ഇറക്കിയതാണ്.
ഏതാണ് ഈ മുബാറക്കായ രാത്രി? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത് ദുഹാൻ സൂറത്തിൽ പറയുന്ന മുബാറക്കായ രാവ് അത് ലൈലത്തുൽ ഖദറാണെന്നാണ്. അങ്ങനെ പറയുന്നത്, അത് ലൈലത്തുൽ ഖദറാണ്. അപ്പൊ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത് പരിശുദ്ധമായ നോക്കൂ ലൈലത്തുൽ ഖദറാണ് ആ ലൈലത്തുൽ മുബാറക്കാണ്. എന്നാൽ ഇക്രിമ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ടാ, ഇക്രിമ റളിയല്ലാഹു അൻഹു പറയുന്നത് ദുഹാൻ സൂറത്തിൽ പറയുന്ന ലൈലത്തുൽ മുബാറക്ക എന്ന് പറഞ്ഞാൽ അത് ഏതാണ്? അത് ശഅബാൻ 15 രാവാണെന്നാണ്. രണ്ടഭിപ്രായം ശരിയാട്ടോ, രണ്ടഭിപ്രായം ശരിയാണ്. ആ രാവിന് രണ്ടർത്ഥമുണ്ട്. അപ്പോ അടുത്ത വെള്ളിയാഴ്ച ഇൻഷാ അല്ലാഹ് ശഅബാൻ 14 ആണ്. അപ്പൊ അന്നത്തെ രാത്രി അതാണ് ശഅബാൻ 15 രാവ്. അതെല്ലാവരും ഒന്ന് പരിഗണിക്കാം, എല്ലാവരും പരിഗണിക്കാം. ഞാൻ അന്ന് എന്താ ചെയ്യേണ്ടത് ഞാൻ എഴുതാം. ഒന്ന് ഭക്ഷണത്തിൽ ബർക്കത്തുണ്ടാകാൻ, ഒന്ന് ഭക്ഷണത്തിൽ, ഈ ക്രമം തെറ്റിയ കുഴപ്പമില്ല കേട്ടോ, ഭക്ഷണത്തിൽ ബർക്കത്ത്. രണ്ടാമത്തത് പിന്നെ ആയുസ്സിൽ ബർക്കത്തുണ്ടാകാൻ. മൂന്നാമത്തത് അന്ത്യം നന്നാവാൻ, അതായത് നമ്മളെ ആഖിബത്ത് നന്നാകാൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ യാസീൻ ഓതുമ്പോ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, യാസീൻ നമ്മൾ എല്ലാവരും ഓതും, പക്ഷെ പ്രശ്നം എന്താ വെച്ചാല് അത് അതിൻ്റെതായ രീതിയിലാവൂല. അപ്പൊ നമ്മൾ പിന്നെ ശഅബാൻ 15 ഈ രാവിലെ 3 യാസീൻ ഓതുമ്പോ ഒന്ന് നമ്മളെ ഭക്ഷണത്തിൽ ബർക്കത്ത്, ഭക്ഷണം വളരെ പ്രധാനമായതുകൊണ്ട് അങ്ങനെ നിയ്യത്ത് കരുതിയിട്ട് യാസീൻ ശരിക്കും ഓതിയിട്ട് അതിന് സെപ്പറേറ്റ് ആയിട്ട് ഇത് വരയ്ക്കുക, ഹംദും സ്വലാത്തും അറബി ചൊല്ലിയിട്ട് ഇത് വരയ്ക്കുക. പിന്നെ നമ്മൾ ആയുസ്സിൽ ബർക്കത്ത്, എത്ര ആയുഷ്കാലം നമുക്കറിയില്ല, അതിൽ ബർക്കത്ത് വേണം. നമ്മളെ കൊണ്ട് ഒരാൾ ഇടങ്ങാറാൻ പാടില്ല. നമുക്കൊന്ന് മൂത്രമൊഴിക്കാൻ പോകാൻ 2 ആൾ താങ്ങേണ്ട ഒരവസ്ഥ, ഒന്ന് ബ്രഷ് ചെയ്ത് തരാൻ ഒരാള്, ശുചീകരണത്തിന് ആള് വേണ്ടി വരും, ഒക്കെ ബുദ്ധിമുട്ടല്ലേ, അതിലൊരു ബർക്കത്ത് വേണം. അങ്ങനെ കരുതിയിട്ട് തന്നെ യാസീൻ ഓതിയിട്ട് അതിന് വരയ്ക്കുക. പിന്നെ നമ്മളെ ആഖിബത്ത് അവസാനം നന്നാവുക എന്നുള്ളത് വളരെ പ്രധാനമാണ്, അന്ത്യം നന്നാവരുത്. അങ്ങനെ 3 യാസീൻ ഓതിയിട്ട് നമ്മളിത് വരയ്ക്കുക. പിന്നെ ദുഹാൻ സൂറത്തിലാണ് ഈ വിഷയം അള്ളാഹു പറയുന്നത്, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തി മുബാറക. മുബാറക്കായ രാവിൽ നാം ഖുർആൻ ഇറക്കിയതാണ്. ആ മുബാറക്കായ ശഅബാൻ 15 രാവാണ്. ഞാൻ അവിടെ ഒരു സംശയം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഖുർആൻ ഇറങ്ങിയത് ലൈലത്തുൽ ഖദറിലല്ലേ? എന്താ സംഭവം എന്നറിയാം നിങ്ങള്? മുബാറക്കായ രാവ് ഇക്രിമ റളിയല്ലാഹു അൻഹു പറയുന്നത് അത് ശഅബാൻ 15. ശഅബാൻ 15 ഖുർആൻ ഇറങ്ങി എന്ന് പറഞ്ഞാൽ ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് പരിശുദ്ധ ഖുർആനിനെ മലക്കുകൾ അള്ളാന്റെ നിർദ്ദേശപ്രകാരം പകർത്തി എഴുതാൻ തുടങ്ങി. അത് സ്റ്റാർട്ട് ചെയ്തെന്നാണ് ശഅബാൻ 15 രാവിനാണ്. ആ പകർത്തി എഴുതി അത് പൂർത്തിയായി ഇറക്കിയതെന്നാണ് ലൈലത്തുൽ ഖദർ ഉണ്ടാവുന്നതാണ്. അപ്പൊ അതിന്റെ അടിയിൽ പിന്നെ 1 മാസം ചില്ലറി ഗ്യാപ്പ് ഉണ്ടാവും. ശഅബാൻ 15 രാവ് നേരെ റമളാൻ 15 കുട്ടികളി, പിന്നെ അവിടുന്ന് ഒരു 5 ദിവസം കൂടി കഴിഞ്ഞാലാണ് ലൈലത്തുൽ ഖദറിന് സാധ്യത ഉള്ള അവസാനത്തെ 10 വരുന്നത്. അപ്പൊ ഒക്കെ ശരിയാണ്. സൗദിയിൽ നിന്ന് ഒരാൾ പുറപ്പെട്ടു നാട്ടിക്ക്, അങ്ങനെ അവിചാരിതമായ ചില തടസ്സങ്ങൾ നേരിട്ടു. പിന്നെ 1 മാസം കഴിഞ്ഞിട്ടാണ് മൂപ്പര് നാട്ടിലെത്തുന്നത്. പക്ഷെ ചരിത്രം എഴുതിയപ്പോ മൂപ്പര് അവിടുന്ന് പുറപ്പെട്ട് വെച്ചിട്ടാണ് ഒരാള് മൂപ്പര് നാട്ടിൽ പോകുന്നു പറഞ്ഞത്. നാട്ടിൽ എത്തിയത് ഡേറ്റ് വെച്ചിട്ട് വേറൊരാള് മൂപ്പര് പിന്നെ ഗൾഫിൽ നിന്ന് വന്നതെന്ന് പറഞ്ഞു. രണ്ടും ഒരർത്ഥത്തിൽ ശരിയാണ്. അവിടുന്ന് പുറപ്പെട്ട് വെച്ചിട്ടാണ് ഒരാള് ഗൾഫിൽ നിന്ന് പോകുന്നു, പിന്നെ ഗൾഫ് വിട്ടത് എന്ന് പറഞ്ഞത്. ഇവിടെ എത്തിയത് പറഞ്ഞിട്ടാണ് മറ്റേ ആൾ എഴുതിയത് എന്നുപോലെയാണ്. ഇത് രണ്ടും ശരിയാണ്.
രണ്ട് തലങ്ങളാണ്. അപ്പോൾ വളരെ വിശിഷ്ടമായ രാവ്. അതിനെപ്പറ്റി ഖുർആൻ തന്നെ പറഞ്ഞത് ഫിഹാ യുഫ്രഖു കുല്ലു അംരിൻ ഹകീം. ബലവത്തായ സർവ്വ കാര്യങ്ങളും വേർതിരിച്ചേൽപ്പിക്കുന്ന ഒരു രാവാണ് ഏത്? ഈ ശഅബാൻ 15 രാവ്. അതായത് എന്താ അറിയോ, ഇസ്രാഫീൽ എന്ന മലക്കിന് കുറച്ച് ഡ്യൂട്ടി കൊടുക്കും. ഈ റിസ്കിന്റെ കാര്യമൊക്കെ അങ്ങട്ടാ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് കുറെ കാര്യങ്ങൾ ഏൽപ്പിക്കും. അതിലെന്തൊക്കെ കാര്യങ്ങൾ, ഭൂകമ്പടക്കം വരുന്നുണ്ട്, പ്രകൃതി ദുരന്തങ്ങളൊക്കെ. അപ്പൊ ആ രാവിലെ നമുക്ക് നല്ലത് വരണം. അങ്ങനെ അന്ന് തീരുമാനമാക്കിയിട്ട് ആ ലിസ്റ്റ് കൈമാറുന്നത് ലൈലത്തുൽ ഖദറിന്റെ അന്നാണ്. അതും ഇതേപോലെ വരേണ്ടത് 2 തലങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് വളരെ പ്രധാനമാണ്. നമ്മൾ അന്ന് ദോഷം പൊറുക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ നമ്മൾ പെടണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. കാരണം നബി തങ്ങൾ പറഞ്ഞത് കൽബ് ഗോത്രക്കാരുടെ ആടുകളുടെ ശരീരത്തിലെ രോമങ്ങളുടെ എണ്ണം അനുസരിച്ചെന്നാണ്. ആധിക്യം അറിയിക്കാനാണത്. അതിന് മാത്രം കോടാനുകോടി മനുഷ്യന്മാർക്ക് അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണ്. അങ്ങനത്തെ ഒരു രാവാണ്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ കൂടെ കടന്ന നബി തങ്ങളെ രാത്രി കാണാതായി. ആയിഷ ബി ഞെട്ടി ഉണർന്നപ്പോൾ രാത്രി നബിനെ കാണാനില്ല. അപ്പൊ ആയിഷ ബിക്ക് തെറ്റിദ്ധാരണ വന്നു, നബി വേറെ ഏതോ ഭാര്യമാരെ അടുത്ത് പോയതാണോ, വസ്ത്രമൊക്കെ ശരിയാക്കി എടുത്ത് പുറത്തിറങ്ങിയ. നല്ല നിലാവുണ്ട്. വെറുതെ ഒന്ന് ജന്നത്തുൽ ബാക്കിയിലേക്ക് നോക്കിയത്. അപ്പൊ അവിടെ ഉണ്ട് ദ്വാരക്കുണ നബി തങ്ങൾ. എന്നിട്ട് നബി തങ്ങൾ വന്നിട്ട് പറഞ്ഞു, ആയിഷ എന്നെ വഞ്ചിച്ചതല്ല കേട്ടോ. നബിക്ക് അപ്പോഴാണ് ഈ വിവരം കിട്ടേണ്ട, അങ്ങനെ പോയതാണേ. അപ്പൊ ഇന്ന് മനസ്സിലായി, പെണ്ണുങ്ങളവിടെ ഒന്നോട്ടെ, നമ്മൾ പോയാൽ മതി എന്നുള്ളതാണ്. സിയാറത്തിന് നമ്മൾ പോയാൽ മതി. അത് ദ്വാരക്കാൻ പോയതാണ്. അന്നാണ് ഇതൊക്കെ പറഞ്ഞു കൊടുത്തത്. പക്ഷെ ഇത് ചിലർ ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. ശിർക്ക് വെക്കുന്നവന് തൗബ ചെയ്ത് മടങ്ങിയിട്ടില്ലെങ്കിൽ ഓന് ഒരു പരൂല്ല. ഓൻ എത്ര വേറെ സ്വഭാവമുള്ള ആളായിട്ടും കാര്യമില്ല, അന്ന് പൊറുക്കപ്പെടൂല. പിന്നെ സാഹിറാണ്, നമ്മളൊന്നും പൈല് പെടൂല. സീർ ചെയ്യുന്നവൻ. മറ്റൊന്ന് മദ്യപാനിയാണ്. മദ്യപാനിക്ക് ലൈലത്തുൽ ഖദർ ഈ ശഅബാൻ 15 രാവിലെ ദോഷങ്ങൾ പൊറുക്കപ്പെട്ട കൂട്ടത്തിൽ പെടൂല. പിന്നെ പലിശ തിന്നുന്നവനാണ്, ഓന് ഒരു ഫലവുമില്ല. അതിനൊന്നും ഇപ്പൊ നമ്മൾ പെടൂല. പിന്നെ പറഞ്ഞ് ചിലർ പെടും. ആക്കുൽ വാലിദൈൻ, ഉമ്മാനെയും വാപ്പാനെയും വെറുപ്പിക്കുന്ന ആള്. അപ്പൊ പള്ളിക്ക് അടുത്ത വെള്ളിയാഴ്ച പള്ളിക്ക് ഒരാൾ ശഅബാൻ 15 രാവിന് യാസീനെ കോതിയിരിക്കുക. അപ്പോൾ ഉസ്താദിനോട് ചോദിക്കുക, അല്ല എന്താണ് അപ്പം പെരിയിലെന്താ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിക്കൊണ്ട് നല്ല രാവാണല്ലോ. എനിക്കറിഞ്ഞൂടാ. എനിക്കറിഞ്ഞൂടാന്നോ? അതുകൊണ്ട് ഞാൻ ഇമ്മാനായിട്ട് തെറ്റാസ്ത. നല്ല കുട്ടിയാണല്ലോ. ഇമ്മാനായിട്ട് തെറ്റിക്കണ്ടാണോ 3 യാസീൻ ഓതുണ്ട്. 30,000 ഓതിയിലും കാര്യമില്ല. അപ്പോ ഉസ്താദ് പറയാണ്, എടാ ഒരു കാര്യമില്ല കേട്ടോ, ഉമ്മാനോട് തെറ്റിക്കാണ്ട് യാസീൻ ഓതിയാലും സ്വീകരിക്കൂല. ആദ്യം പറയണ്ടേ, എന്നാ യാസീൻ ഓതിനേന്നാ പറയണ്ടേ. അല്ല എന്തല്ല തെറ്റ് തീർക്കായിരുന്നു എന്നല്ല. അങ്ങനത്തെ വളവന്മാരുണ്ട്. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കാം. പിന്നൊന്നേരം അറിയാം, ഖാത്തിയുർ റഹീം, കുടുംബ ബന്ധം മുറിക്കുന്നവൻ. അങ്ങനെ നമ്മളെ കൂട്ടത്തിൽ ഉണ്ടാവില്ല. ഇനിയിപ്പോ അഥവാ ഉണ്ടെങ്കിൽ ഇപ്പൊ ഇവിടുന്ന് പോയിന്റെ ശേഷം എന്ത് ചെയ്യുക, ഉടനെ വിളിക്കുക. ഇങ്ങോട്ട് മുണ്ടട്ടെ എന്ന് കാത്തിക്കണ്ട. നമ്പർ തപ്പി പിടിച്ചെടുക്കും. നമ്പറൊക്കെ ഉണ്ടാവും നമ്മളെടുത്ത്. ഇടക്കിടക്ക് അവന്റെ പണ്ടറെടുക്കുന്ന നമ്പർ നോക്കുണ്ടാവും നമ്മൾ. ചിലപ്പോ ആ എടുത്തിട്ട് വിളിക്കണേ, അസ്സലാമു അലൈക്കും എന്നറിയാം. നല്ല രാവൊക്കെ ഇടാ വരാനുള്ളത്. നമ്മൾ വെറുതെ ഓന് ഭയങ്കര സന്തോഷമാവും. ഓ ഇങ്ങോട്ട് ആദ്യം മുണ്ടിയല്ലോ എന്നുള്ളിടത്ത് ജയിച്ചു എന്നുള്ളിടത്ത് മറ്റേ ആള് ഇക്കോട്ടെ, ഓന് സന്തോഷമാകട്ടെ. അതിലാണ് നമ്മളെ സന്തോഷം. ആണ് വണ്ടികളി, എന്നാലേ കാര്യമുള്ള. അല്ലെങ്കിൽ നമ്മൾ യാസീനൊക്കെ ഓതും, കുറെ ദ്വാരക്കും. എന്താ കാരണം എന്താ പറയുക, തള്ളപ്പെടും. അല്ലെങ്കിൽ തന്നെ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് 3 ദിവസത്തിലധികം പോകരുത്. ദീനിയായ കാര്യത്തിലാണെങ്കിൽ ഇട്ട് കുഴപ്പമില്ല കേട്ടോ. ദുനിയാവിന്റെ കാര്യത്തിൽ തെറ്റിയാലേ കുഴപ്പമുള്ളൂ. ദീനിന്റെ കാര്യത്തിൽ തെറ്റിയ കുഴപ്പമില്ല. ഒരാളെ മുന്നണില്ല കാര്യം പറഞ്ഞിട്ട് അതിന് കുഴപ്പമില്ല. അങ്ങനെ കുറച്ച് എണ്ണത്തെ പ്രത്യേക നബി തങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, എണ്ണി പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ശ്രദ്ധിച്ചാൽ ഇൻഷാ അല്ലാഹ് ഈ രാവ് നമുക്ക് ഉഷാറാക്കാം. അപ്പോൾ അത് ഉള്ളത് യാസീൻ ഓതുമ്പോൾ കുട്ടികളോടൊക്കെ യാസീൻ ഓതാൻ പറഞ്ഞാലും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. അതെന്തല്ല, അതൊന്നും മറക്കൂല നമ്മൾ. ഇത് കാരണം കിട്ടാൻ നിൽക്കുക ഉണ്ടാക്കാൻ. അപ്പോൾ കുട്ടികളോട് ഫുഡ് ചോദിച്ചാൽ യാസീൻ ഓതിയോ 3 എണ്ണം? ഓതിയിട്ടില്ല. എന്നാൽ ഓതി അങ്ങോട്ട് തരാം. തിന്നിട്ട് ഓതിയ പോരമ്മാന്നൊക്കെ ചോദിക്കും. തിന്നാ എന്നെ പിന്നെ ഓതാൻ കിട്ടുക എനിക്കത് ഓതിയിട്ട് വേറെ. വല്ലാത്തൊരു കഷ്ടമൊക്കെ. ഇതൊക്കെ ആരെ കണ്ടുപിടിച്ചോന്നൊക്കെ കരുതും. അത് 3 എണ്ണമൊക്കെ യാസീനെ ഉൾക്കൊള്ളാൻ കഴിയൂല. പിന്നെ ഒരു ഓത്തുണ്ടാവും. യാസീൻ ഖുർആനിലൊക്കെ തലക്ക് മാന്തണം ഉണ്ടാവും, അങ്ങോട്ട് തിരിയണോ ഇങ്ങോട്ടും മറിയണോ, അതിൻ്റെ അടിയിൽ ഒരു ഓത്തുണ്ടാവും. അപ്പൊ അങ്ങനെ ഓതരുത്. നമ്മളിപ്പോ ശരിക്കും ഓതുന്നവർ തന്നെ ഭയങ്കര ഉമ്മാരൊക്കെ ചിലപ്പോൾ അടുക്കളയിൽ നിന്ന് അങ്ങനെ ഓതേ കയറും. 1 2 3 എന്നറിയും. പക്ഷെ ഇത് അതിൻ്റെതായ രൂപത്തിലല്ലെങ്കിൽ അതുകൊണ്ട് കാര്യമില്ല. അതിനകത്തേക്ക് ഇരുന്നിട്ട് ആ മാട്ടം പോലെ മനസ്സ് തട്ടിയുന്ന രൂപത്തിലാണ് ഇത് വരയ്ക്കുക. അപ്പൊ ഒക്കെ റെഡിയാവും. പിന്നെ റമളാൻ നമുക്ക് ഭയങ്കര റാഹത്തേക്കാണ്. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ.
അപ്പൊ മുബാറക് എന്ന് പറഞ്ഞതാണ്. ഇത് നോക്കൂ, വല്ലദീന യുഅ്മിനൂന ബില്ലാഹിറ, പരലോകം കൊണ്ട് വിശ്വസിക്കുന്ന ആളുകളുണ്ടല്ലോ. അല്ലാഹു പറയാണ് വല്ലദീന യുഅ്മിനൂന ബില്ലാഹിറ, പരലോകം കൊണ്ട് വിശ്വസിക്കുന്ന ആളുകൾ യുഅ്മിനൂന ബിഹി, അവർ ഖുർആൻ കൊണ്ടും വിശ്വസിക്കും. വഹും അലാ സ്വലാത്തിഹിം യുഹാഫിളൂൻ, അവരവരുടെ നിസ്കാരത്തിന്റെ മേലിൽ സൂക്ഷ്മത പാലിക്കുന്നവരായിരിക്കും. അതായത് സമയബന്ധിതമായി ഓരോ നിസ്കരിക്കും. അള്ളാഹുവിൽ വിശ്വാസമുള്ളവൻ ഈ ഖുർആനെ തള്ളൂല, ഖുർആനോ കൊള്ളും ചെയ്യും. വളരെ പ്രധാനപ്പെട്ട ഒരു ഇബാദത്ത് അവിടെ വന്നു ചെയ്തു, നിസ്കാരം. അത് വളരെയേറെ ശ്രദ്ധിക്കുന്നവരായിരിക്കും. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. أولئك الذين آتيناهم الكتاب والحكم والنبوة. അങ്ങനെ ഇത് മേൽ പറഞ്ഞ പ്രവാചകന്മാർ, അവർക്ക് നാം വേദത്തെയും ജ്ഞാനത്തെയും നുബുവത്തിനെയും നൽകി. فَإِن يَكْفُرْ بِهَا هَؤُلَاءِ فَقَدْ وَكَّلْنَا بِهَا قَوْمًا لَيْسُوا بِهَا بِكَافِرِينَ. ഈ വിഭാഗം അറബികൾ അതിനെ നിഷേധിക്കുകയാണെങ്കിൽ, ഖുർആനെ നിഷേധിക്കുകയാണെങ്കിൽ, അവരല്ലാത്ത സത്യനിഷേധികളല്ലാത്ത ഒരു ജനതക്ക് അതിന് പകരമായി നൽകും. ഉലൈകല്ലദീന ഹദല്ലാഹ്, മേൽ പറയപ്പെട്ട വിഭാഗം അല്ലാഹു അവർക്ക് മാർഗദർശനം നൽകി. അതുകൊണ്ട് ഫബിഹുദാഹു മുഖ്തദി, അവരുടെ ആ നേർമാർഗത്തെ അങ്ങും അനുധാവനം ചെയ്തോളൂ നബിയേ. ഖുൽ ലാ അസ്അലുക്കും അലൈഹി അജ്റാ, നബിയെ അങ്ങ് അവരോട് പറയുക, ഈ ഖുർആന്റെ പേരിൽ ഞാൻ നിങ്ങളോട് കൂലിയൊന്നും ചോദിക്കുന്നില്ല. ഇൻ ഹുവ ഇല്ലാ ദിക്റാ ലിൽ ആലമീൻ, ഇത് ലോകർക്ക് ഒരു ഉത്ബോധനമാകുന്നു. വമാ ഖദറുല്ലാഹ ഹഖ ഖദരി, അല്ലാഹനെ ബഹുമാനിക്കേണ്ട മുറപ്രകാരം അവർ ബഹുമാനിച്ചില്ല. ഇത് വേദക്കാര് ഇത് ഖാലൂ, അവർ പറഞ്ഞു, മാ അൻസലല്ലാഹു അലാ ബശരിൻ മിൻ ഷൈ, അല്ലാഹു ഒരാൾക്കും ഒരു ഗ്രന്ഥവും ഇറക്കി കൊടുത്തിട്ടില്ല. നബിയോടുള്ള വിരോധം കൊണ്ടാണ് അങ്ങനെ അടച്ചാക്ഷേപിക്കുന്നത്. ഖുൽ, അവരോട് പറയുക, മൻ അൻസലൽ കിതാബല്ലദീ ജാഅ ബിഹി മൂസാ, മൂസാ നബി കൊണ്ടുവന്ന ഗ്രന്ഥത്തെ പിന്നെ ആരാണ് ഇറക്കിയത്? നൂറൻ വഹുദൽ ലിന്നാസ്, പ്രകാശമായി മനുഷ്യർക്ക് മാർഗദർശനമായി മൂസ നബി കൊണ്ടുവന്ന ആ ഗ്രന്ഥം അത് പിന്നെ ആരാണ് ഇറക്കിയതെന്ന് ചോദിച്ചു നോക്കൂ. തജഅലൂനഹു ഖറാതീസ തുബ്ദൂനഹാ വതുഖ്ഫൂന കസീറാ, അത് കടലാസിന്റെ തുണ്ടുകളിലാക്കിയിട്ട് ചിലതിനെ നിങ്ങൾ പ്രത്യക്ഷപ്പെടുത്തുകയും ചിലതിനെ നിങ്ങൾ അധികത്തിനെയും മറച്ചു വെക്കുകയും ചെയ്തു. വഉല്ലിംതും മാ ലം തഅലമൂ അൻതും വലാ ആബാഉകും, നിങ്ങൾക്കും നിങ്ങളുടെ പിതാക്കൾക്കും അറിയാത്ത ഒട്ടേറെ കാര്യങ്ങൾ നിങ്ങൾ അഭ്യസിക്കപ്പെട്ടു. ഖുലില്ലാഹ്, പറയുക നബിയേ, അല്ലാഹുവാണ് അതൊക്കെ ഇറക്കിയത്. ثم ذرهم في خوضهم يلعبون, അവർ വിനോദത്തിൽ വിഹരിക്കുന്നവരായിട്ട് നബിയെ അങ്ങ് വിട്ടേക്കുക. വഹാദാ കിതാബുൻ, ഇത് ഒരു ഗ്രന്ഥമാകുന്നു. അൻസൽനാഹു, ഇതിനെ അങ്ങേക്ക് നാം ഇറക്കി തന്നു. മുബാറകുൻ, ഇതൊരു അനുഗ്രഹീത ഗ്രന്ഥമാണ്. മുസദ്ദിഖുൽ ലദീ ബൈന യദൈഹി, ഇതിന്റെ മുമ്പ് കഴിഞ്ഞു പോയ വേദത്തെ ശരിവെക്കുന്ന ഗ്രന്ഥമാണിത്. മാത്രമല്ല വലിതുൻദിറ ഉമ്മൽ ഖുറാ വമൻ ഹൗലഹാ, ഉമ്മുൽ ഖുറയെയും അതിന്റെ ചുറ്റുഭാഗത്തെയും ഉള്ള ഒരു വിഭാഗത്തെ ജനങ്ങളെ, അവർ ഒരു വിഭാഗത്തെ എന്നല്ല, മനുഷ്യരെ, അതിന്റെ ചുറ്റുഭാഗത്തുള്ള മനുഷ്യരെ താക്കീത് ചെയ്യുന്നതിന്, മുന്നറിയിപ്പ് നൽകുന്നതിനാണ് ഈ ഗ്രന്ഥം. വല്ലദീന യുഅ്മിനൂന ബില്ലാഹിറ, പരലോകം കൊണ്ട് വിശ്വസിക്കുന്ന ഒരു വിഭാഗം, യുഅ്മിനൂന ബിഹി, ഈ ഖുർആൻ കൊണ്ട് അവർ വിശ്വസിക്കും. വഹും അലാ സ്വലാത്തിഹിം യുഹാഫിളൂൻ, അവരവരുടെ നിസ്കാരം ഏറെ ശ്രദ്ധിക്കുന്നവരായിരിക്കും. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
أولئك الذين آتيناهم الكتاب والحكم والنبوة فإن يكفر بها هؤلاء فقد وكلنا بها قوما ليسوا بها بكافرين أولئك الذين هدى الله فبهداه مقتده قل لا أسألكم عليه أجرا إن هو إلا ذكرى للعالمين وما قدروا الله حق قدره إذ قالوا ما أنزل الله على بشر من شيء قل من أنزل الكتاب الذي جاء به موسى نورا وهدى للناس تجعلونه قراطيس تبدونها وتخفون كثيرا وعلمتم ما لم تعلموا أنتم ولا آباؤكم قل الله ثم ذرهم في خوضهم يلعبون وهذا كتاب أنزلناه مبارك مصدق الذي بين يديه ولتنذر أم القرى ومن حولها والذين يؤمنون بالآخرة يؤمنون به وهم على صلاتهم يحافظون صدق الله العلي العظيم.